400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലവ് ജിഹാദ് നിങ്ങളുടെ മനസ്സ്. പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്. ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25. ഒരു 50 പേര് 100 പേര് കൊണ്ട് 10 പേരുടെയും ഡീറ്റെയിൽസ് അദ്ദേഹം കൊടുത്ത് തെളിയിക്കട്ടെ. ഇത് കൊണ്ടുപോയി ലവ് ജിഹാദ് പ്രകാരമാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്തിനു നമ്മൾ അധികം പറയുന്നു? 30 വർഷം ഒരു പ്രദേശത്തിന്റെ കുഞ്ഞാറിന്റെ MLA ആയി നിന്ന അദ്ദേഹത്തിന് ഈ 30 വർഷം അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രണയക്കെണിയിൽപ്പെടുത്തി മുസ്ലിമാക്കുന്ന ലവ് ജിഹാദിൽപ്പെട്ട് 400ഓളം പെൺകുട്ടികളെ കോട്ടയം മീനച്ചിൽ താലൂക്കിൽ മാത്രം നഷ്ടമായിട്ടുണ്ടെന്ന PC ജോർജിന്റെ പരാമർശത്തിനെതിരെ നിരവധി പരാതികൾ വന്നിട്ടും കേസെടുക്കാൻ മടിച്ച് പോലീസ്. വിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിലുള്ള ജോർജ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാണ് പരാതി. സമൂഹത്തിൽ മതവിദ്വേഷം വളർത്തുവാനുള്ള ദൗത്യത്തിലോ ജോർജ്. കത്തോലിക്ക സഭയുടെ വിവിധ സംഘടനകൾ പിന്തുണ നൽകിയതോടെ പരാമർശത്തിലെ വസ്തുതയും വസ്തുതാവിരുദ്ധതയും ചർച്ചയാവുകയാണ്. ജോർജ് ലക്ഷ്യമിട്ടതും ഇത് തന്നെയല്ലേ? ജോർജിന്റെ പ്രസംഗത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന ഒന്നുമില്ലെന്നാണ് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും കത്തോലിക്ക മെത്രാൻ സമിതി മദ്യവിരുദ്ധ സമിതിയും പറയുന്നത്. തീവ്രവാദത്തെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ ന്യായീകരിക്കരുതെന്ന കത്തോലിക്ക സഭാ സംഘടനകളുടെ വാദം ജോർജിനെ തുണയ്ക്കുമ്പോൾ സർക്കാർ കേസെടുക്കാതെ സംരക്ഷിക്കുന്നു. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ യൂത്ത് ലീഗ് നേതാവ് ശ്രീ CK ഷാക്കിർ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, KCBC ജാഗ്രതാ സമിതിയുടെ അംഗം ശ്രീ അമൽ സിറിയക് ജോസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ അമൽ സിറിയക് ജോസ്, എന്താണ് ഇന്ന് സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും PC ജോർജിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്? വലിയ വിമർശനം ജോർജിനെതിരെ ഉണ്ട്. അതിൽ തന്നെ ഒരു 3-4 പരാതികൾ ഇതിനകം പോലീസിന് കിട്ടിയിട്ടുമുണ്ട്. അത് മതവിദ്വേഷം ഉണ്ടാക്കുന്നു എന്നതാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ KCBCയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും അതുപോലെ തന്നെ സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും KCBCയുടെ മദ്യവിരുദ്ധ സമിതിയും ജോർജിന് പിന്തുണ നൽകുകയാണ്. എന്തുകൊണ്ടിങ്ങനെ? അമൽ കേൾട്ടോ? അമൽ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അമൽ, ഇപ്പോൾ KCBCയുടെ മദ്യവിരുദ്ധ സമിതി അതുകൂടാതെ സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ PC ജോർജിനെ ന്യായീകരിക്കുകയാണല്ലോ. എന്താണ് ഇങ്ങനെ ന്യായീകരണത്തിന് കാരണം? ചർച്ച ആരംഭിച്ചതാണോ? അതെ അതെ അതെ. ഓക്കെ, തീർച്ചയായിട്ടും എനിക്കിവിടെ ഡൗട്ട് തോന്നിയത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ആനുകാലികമായിട്ട് നമ്മൾ ഈ വിഷയത്തെ കാണുവാണെങ്കിൽ വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒക്കെ തന്നെ ഒരു അനന്തര ഫലമായിട്ട് തന്നെയാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുക. അതായത് ഇത് KCBC ആ ഒരു വേദിയിൽ PC ജോർജ് ഈ ഒരു വിഷയം പറഞ്ഞതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ആൾക്കാർ ഇത്രമാത്രം ഈ കലുഷിതമായി ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ചയാക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ജിഹാദ് എന്നൊരു പരാമർശത്തെ ഇവിടെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തെ കാണാം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മതത്തിലേക്ക് ചില പ്രണയം നടിച്ചുകൊണ്ട് എന്താ പറയുന്നത് സാറേ, ഇത് ലൈവായിട്ട് അമൽ കേൾക്കാൻ പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് അവിടെ കാണാൻ സാധിക്കില്ല, അതുകൊണ്ടാണ്. ചില തന്ത്രപരമായ പ്രണയക്കിണികളിലൂടെ മതമാറ്റത്തിലേക്ക് തന്നെ പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പം തീർച്ചയായിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ KCBCയുടെ തലത്തിൽ നിന്ന് 2009 തന്നെ നമുക്ക് അതിന്റെ ഒരു റിപ്പോർട്ടും ഒരു ലേഖനവും ഒക്കെ തന്നെ നമ്മൾ പുറപ്പെടുവിച്ചതാണ്. ഇത്തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള ചില പ്രണയക്കെണികളിലൂടെ അകപ്പെട്ടു പോയി അവസാനം മതപരിവർത്തനത്തിലൂടെ കടന്നുപോയിട്ട് വിഷമിക്കുന്ന ധാരാളം കുടുംബങ്ങളെ പറ്റിയും ആ കുട്ടികളെ പറ്റിയൊക്കെ തന്നെ നമ്മൾ ഇവിടെയുള്ള ജനങ്ങളെ ബോധവൽക്കരിച്ചതാണ്.
പക്ഷെ പിന്നീടാണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും മാധ്യമങ്ങളാണെങ്കിൽ തന്നെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ ഇതിനെ വിഘടിക്കുന്നതായിട്ടും ഇതിങ്ങനെയുള്ള ഒരു പ്രവണതയല്ല എന്നതിനെ ഒരു മറയാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മുടെ ചില ഈ ഇത്തരത്തിലുള്ള എന്താ പറയുന്ന ഈ ഒരു മതപരിവർത്തന വിഷയങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള പല കുട്ടികളും പിന്നീട് ചില തീവ്രവാദ സംഘടനകളിൽ പോയി പെട്ടതും ഇതുപോലെ വിദേശത്തേക്കൊക്കെ പോയതായിട്ടൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ PC ജോർജ് പറഞ്ഞ ഒരു കണക്കുണ്ടല്ലോ, അതും വലിയ രീതിയിൽ ചർച്ചയും വിവാദവുമാകുന്നുണ്ട്. 400ഓളം പെൺകുട്ടികളെ നഷ്ടമായിട്ടുണ്ട്, അതും കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ മാത്രം എന്ന് PC പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ കണക്കെവിടെ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരുന്നുണ്ടല്ലോ. പക്ഷേ സഭ പൂർണ്ണമായിട്ടും PC ജോർജിനെ അംഗീകരിക്കുകയാണ് ഈ വിഷയത്തിൽ. അപ്പോൾ സഭയ്ക്ക് അതിൽ സംശയമില്ല എന്നുള്ളതാണ് സഭ അംഗീകരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയെ അംഗീകരിക്കുന്നതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ളൊരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെയാണ് സഭ എന്നും അംഗീകരിക്കുന്നത്. ഈ നടക്കുന്ന യാഥാർത്ഥ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അതായത് ഏകദേശം 2020 ശേഷം മാത്രമായിട്ട് താമരശ്ശേരി രൂപതയിൽ തന്നെ അവർ തന്നെ ഏകദേശം 352 കേസാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. 2019-20 ശേഷം താമരശ്ശേരി രൂപത, അതായത് 20 സമയത്ത് അവിടെ സരോവരം പാർക്കിൽ ജ്യൂസിൽ ഇതുപോലെ മയക്കുമലർന്ന് കിടത്തിയ ഒരു പെൺകുട്ടിയെ അവിടെ പീഡിപ്പിക്കുന്നതായിട്ടും പിന്നീട് അവളെ മതപരിവർത്തനം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആവശ്യപ്പെടുന്ന ഒരു വിഷയം വന്നായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ താമരശ്ശേരി രൂപത തന്നെ ഈ വിഷയത്തെ ഒന്ന് ഗൗരവമായി കാണുകയും അവര് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്നതിന്റെ ഫലമായിട്ട് ഏകദേശം 352ഓളം കേസുകളാണ് അവരിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലവ് ജിഹാദ് എന്നൊരു പരാമർശത്തെ നമുക്ക് അവിടെ മാറ്റിവെക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കേസുകൾ പറയുന്നത് ലവ് ജിഹാദ് കേസ് എന്ന് പറഞ്ഞുകൊണ്ടല്ല, പകരം അതിനകത്ത് ഹേബിയസ് കോർപ്പസ് ഹർജികൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടു പോയ രീതിയിലേക്ക് വരുന്ന കേസുകൾ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ധാരാളം പല പല മേഖലകളിലുള്ള കേസുകളാണ് ഇതിന്റെ ഒരു പൊതുവായിട്ട് വരുന്നത്. അതുകൊണ്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഒരു കേസ് അത് ഇത്രയെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരാമർശം ഇതിലേക്ക് നമുക്ക് വരാൻ സാധിക്കത്തില്ല. മാത്രമല്ല ഇതിൽ നല്ലൊരു ശതമാനം ഇത് കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പലതും കൗൺസിലിങ്ങിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുന്ന കേസുകളൊക്കെയാണ്. അപ്പൊ പല തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ കാണുക. അതായത് ലവ് ജിഹാദ് എന്ന് പരാമർശത്തിൽ കോടതിയിൽ വരുന്ന കേസുകൾ എന്നൊരു പരാമർശമല്ല നമ്മൾ ഈ വിഷയത്തെ കാണുക. PC ജോർജിനെതിരെ കേസെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിലപാട് അല്ലേ? ഇപ്പോൾ 3-4 പരാതികൾ അദ്ദേഹത്തിനെതിരെ പോലീസിൽ വന്നിട്ടുണ്ട്, പക്ഷേ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടുമില്ല. മതവിദ്വേഷ പരാമർശം എന്ന രീതിയിൽ താങ്കൾ കാണുന്നില്ല? അങ്ങ് എങ്ങനെയാണ് ഇതിനൊരു മതവിദ്വേഷ പരാമർശമായിട്ട് കാണുന്ന അതിന്റെ ഒന്ന് വ്യാഖ്യാനം തരാമോ? അല്ല, അങ്ങനെ കാണുന്നില്ല എന്നാണല്ലോ അല്ലേ? കാരണം 2 മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശമാണ്. തെളിവില്ലാത്ത കാര്യങ്ങൾ PC പറയുമ്പോൾ അങ്ങനെ 2 മതങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകുമല്ലോ, ആ രീതിയിൽ സമൂഹത്തിൽ ആ രീതിയിലുള്ള സന്ദേശം വരുമല്ലോ എന്നാണ് പരാതികളിൽ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ഒരു ഉദാഹരണത്തെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ പാലായില്, അതായത് ഈ പാലാ മേഖലയാണല്ലോ നമ്മുടെ ഒരു പ്രധാന വിഷയമായിട്ട് വരുന്നത്. ഇപ്പം ഈ പാലായില് അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അവിടുത്തെ പണ്ട് പാലാ ബിഷപ്പും ഇതിനകത്തൊരു പരാമർശ വിഷയമാണല്ലോ. പാലായിലെ ബിഷപ്പ് ഡയറക്ടർ ആയിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ മറ്റൊരു സഭയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ പഠിച്ച ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടപ്പെടുന്നു. ഈ ചെറുപ്പക്കാരൻ മുസ്ലിമാണ്. ആ ചെറുപ്പക്കാരന്റെ പേരാണ് അബ്ദുൾ റാഷിദ് എന്ന് പറയുന്നത്, അബ്ദുള്ള എന്നാണ്. അപ്പം ആ ചെറുപ്പക്കാരൻ, ഈ പെൺകുട്ടിയുടെ പേരാണ് സോണിയ സെബാസ്റ്റ്യൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നമ്മുടെ ടൈംസ് ന്യൂ ഇന്ത്യയിലും മറ്റുമൊക്കെ ആയിട്ട് ലേഖനമായിട്ട് ഫീച്ചറായിട്ടൊക്കെ വന്നതാണ്. അത് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആ സോണിയ സെബാസ്റ്റ്യനെ ഇതുപോലെ പ്രണയത്തിലൂടെ അവര് അടുക്കുന്നു. അതിനുശേഷം ഈ വ്യക്തി വിദേശത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് നമ്മുടെ MM അക്ബർ എന്ന് പറയുന്ന നമ്മുടെ പീസ് ഇന്റർനാഷണൽ സ്കൂൾ നടത്തുന്ന ആ ഒരു വ്യക്തിയുടെ, ധാരാളം സ്കൂളുകൾ അദ്ദേഹത്തിനുണ്ട് പീസ് ഇന്റർനാഷണൽ ആയിട്ട്, പീസ് ഇന്റർനാഷണൽ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സ്കൂളില് ഈ പെൺകുട്ടിക്ക് അവിടെ ജോലി കൊടുക്കുന്നു. ഈ അബ്ദുൾ റാഷിദ് തിരിച്ചു വന്നു, ആ സ്കൂളിൽ ടീച്ചർമാരെ ട്രെയിനി ആയിട്ട് അവിടെ ജോലി നേടുന്നു. എന്നിട്ട് ധാരാളം പേരെ മതപരിവർത്തനം അവിടെ നടത്തി അവർക്കൊക്കെ ആയിട്ട് പല പല ജോലികൾ മറ്റൊക്കെ ആയിട്ട് സംഘടിപ്പിച്ചു കൊടുത്തു. അവസാനം 21 പേരുമായിട്ട് ഇവരെല്ലാം കൂടെ, കുട്ടികൾ ഉൾപ്പെടെ, ഇവര് അവിടെ സിറിയയിലേക്കൊക്കെ പോകുന്നതായിട്ടും മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നതായിട്ടും ISIS ഭാഗമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് US ഡ്രോൺ ആക്രമണത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെടുന്നതായിട്ടും ഈ പെൺകുട്ടി ഉൾപ്പെടെ അവർ ജയിലിലും മറ്റുമൊക്കെ ആയിട്ട് കഴിയുന്നൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ ഒരു വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് കാണുക? അതായത് ഇതൊരു തീവ്രവാദപരമായിട്ടുള്ള ഒരു ബന്ധം ഇല്ലാത്തൊരു വിഷയമാണെന്നോ, അതോ അതിനകത്തൊരു എന്തൊരു മതപരിവർത്തനത്തിന്റെ വിഷയങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ലെന്നോ, എങ്ങനെയാണ് അതിനെ കാണുക എന്നുള്ളൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ്, ഇത് ഞാൻ മാത്രമോ അല്ലെങ്കിൽ സഭ മാത്രമോ പറയുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മുടെ ADGP സെൻകുമാർ ആകട്ടെ, ശ്രീലേഖ IPS ആകട്ടെ, അതോടൊപ്പം തന്നെ KS രാധാകൃഷ്ണൻ ആകട്ടെ, പലരും തന്നെ അത് പൊതുവേദി പറയുന്നുണ്ട്. ഈ ശ്രീലേഖ മാഡമൊക്കെ പറയുന്ന പറഞ്ഞാൽ അവരൊക്കെ ആ ഒരു നമ്മുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ADGP ആയിരുന്ന സമയത്തെ അവർ അനുഭവങ്ങളിലൂടെയാണ് അവർ ആ കാര്യങ്ങൾ പറയുന്നത്.
അപ്പൊ അത്രമാത്രം തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഭീകരത ഇതിനകത്തൊരു ഭീകരത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില മതസംഘടനകൾ അല്ലെങ്കിൽ ചില സംഘടനകൾ ഇതിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഒരു മതപരിവർത്തന വിഷയം വരുന്ന സമയത്ത് അതിനെ സാധൂകരിക്കാനായിട്ടും അതോടൊപ്പം തന്നെ കോടതിയിൽ ഈ കേസ് വരുന്ന സമയത്ത് അതിന് സപ്പോർട്ടുമായിട്ടൊരു സംഘടിതമായ ഒരു ശ്രമം ഇതിനകത്ത് നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരെ സമീപിച്ചപ്പം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസുകൾ കോടതിയിൽ വരുമ്പം അതിനായിട്ട് ഒരു എന്താ പറയുക അതിനകത്ത് ഒന്ന് സംസാരിച്ച് രമ്യതയിൽ എത്താനായിട്ട് അവിടെ ഒരു വക്കീൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടൊക്കെ പറയുന്നത്. ഇപ്പൊ എല്ലാ കേസുകളും മിക്ക കേസുകളും എല്ലാന്ന് ഞാൻ പറയുന്നില്ല, മിക്ക കേസുകളിൽ തന്നെയും ഈ വക്കീലിന്റെ സാന്നിധ്യവും ഇവർ പരാമർശിക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമല്ലേ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കേസ് വരുമ്പോൾ. ശ്രീ CK ഷാക്കിർ, ഈ മതത്തിന്റെ പേരിൽ തീവ്രവാദ സ്വീകരിക്കുന്ന ആളുകളെ ആ നിലപാടിനെ പ്രോത്സാഹിപ്പിക്കുന്നതായി പോകുന്നുണ്ട് ഈ PC ജോർജിനെ എതിർക്കുന്നവരുടെ നിലപാട്. ആ രീതിയിലാണല്ലോ ഇപ്പോൾ സഭ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ സിറോ മലബാർ സഭയുടെ, കത്തോലിക്ക സഭയുടെ എന്ന് പൂർണ്ണമായിട്ട് പറയാം. കാരണം സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉയർന്ന നേതൃത്വം തന്നെയാണ്, സിറോ മലബാർ സഭയുടെ ഉന്നത നേതൃത്വം തന്നെയാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നതും മറ്റ് അംഗങ്ങളും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ KCBC എന്ന് തന്നെ പറയാം. KCBCയുടെ മദ്യവിരുദ്ധ സമിതിയാണ് എങ്കിൽ പോലും ഈ പിന്തുണ PC ജോർജിന് നൽകിയിരിക്കുന്നത്. PC ജോർജ് നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ PC ജോർജ് മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതിനോടല്ല, PC ജോർജ് എന്താണോ ഈ പറയുന്ന ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞത്, ലവ് ജിഹാദ് എന്നുള്ള പരാമർശം അവർ പറയുന്നില്ല. പക്ഷേ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നു എന്നുള്ള ആ നിലപാടുണ്ടല്ലോ, അതിനെ ശരിയാണ്, അത് വസ്തുതാപരമായി ശരിയാണ് എന്ന് തന്നെയാണ് സഭ പറയുന്നത്. ഇത് നിങ്ങൾ കൊടുത്ത പരാതിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ. പോലീസ് മടിക്കുന്നതും ഇതുകൊണ്ടായിരിക്കുമോ കേസെടുക്കാൻ? അല്ല, പോലീസ് മടിക്കുന്നത് ഇതുകൊണ്ടല്ല. പിണറായി വിജയൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് RSSൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അവരുടെ താല്പര്യം എങ്ങനെയെങ്കിലും മനുഷ്യരെ തമ്മിലടിപ്പിച്ച് അതിലൂടെ രാഷ്ട്രീയ ലാഭമുണ്ടാക്കി അധികാരം തുടരാൻ കഴിയുമെന്നുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കഴിഞ്ഞ തവണ അദ്ദേഹം ഈ LDFൻ്റെ രണ്ടാം ഭരണം വന്നത് RSSൻ്റെ പിന്തുണയിലാണ്. വീണ്ടും ആ ഒരു പരിശ്രമത്തിലാണ്. അതോടൊപ്പം ഇത്തവണ ക്രിസംഖികളെ കൂടെ കൂട്ടാനുള്ള ഒരു പരിശ്രമത്തിൽ ആണ് അദ്ദേഹം ഉള്ളത്. നമുക്കറിയാമല്ലോ, കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘടന അടുത്ത കാലത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അത് ക്രൈസ്തവരുടെ പിന്തുണ അതിനില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ക്രൈസ്തവ മത വിശ്വാസികളൊന്നും ഇതേപോലെയുള്ള കുഴപ്പത്തിന് ആഗ്രഹിക്കുന്ന ആളുകളല്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്. ക്രൈസ്തവ മത അവരൊന്നും ഇതുപോലെ കാസയുമായിട്ട് ബന്ധമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അമൽ അങ്ങനെയാണോ ഇപ്പോൾ ഷാക്കിർ പറഞ്ഞു? ഷാക്കിറിലേക്ക് വരാം. അമൽ അതിനുള്ള മറുപടി പെട്ടെന്ന്, അതിനുശേഷം ഷാക്കിറിലേക്ക് പോകണം. ഞാൻ ഈ പറഞ്ഞ സുഹൃത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ വ്യക്തമല്ലേ, മലയാളത്തിലാണല്ലോ. അല്ല, അമലിന്റെ നിലപാട് ന്യായീകരിക്കുന്ന രീതിയിലായിരുന്നു. അമലിന്റെ നിലപാട് വ്യക്തമായി. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, നമ്മളെല്ലാവരും കേട്ടല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അല്ല, അതായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറയട്ടെ, എന്നെ പറയാനെനിക്ക് അദ്ദേഹത്തിന് കുറേ സമയം കൊടുത്തല്ലോ. അതായത് ഞാൻ പറയുന്നത്, ഈ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടെ പരസ്പരം തമ്മിലടിച്ച് കുഴപ്പങ്ങളുണ്ടായി അതുവഴി രാഷ്ട്രീയ ലാഭമാണ്. PC ജോർജിൻ്റെ പ്രസ്താവന നമുക്കറിയാം. ഇവിടെ ഞങ്ങൾ പറയുകയാണ്, ഇവിടെ അങ്ങനെ സംഘടിതമായി വല്ല ലവ് ജിഹാദ് നടക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി അങ്ങനെ വരുന്നതിന് ആർക്കാണ് എതിർപ്പ്? ഞങ്ങൾക്ക് ആർക്കും അതിന് എതിർപ്പില്ല. പക്ഷേ ഇവിടെ 10-15 വർഷമായി അങ്ങനെ അന്വേഷണം നടത്തിയിട്ട് ഒരു സിംഗിൾ തെളിവ് പോലും ഇല്ലാതെ പിന്നെയും ആവർത്തിക്കുന്നത് എന്തുദ്ദേശത്തിലാണ്? നമ്മൾ പലതവണ ചർച്ചയിൽ പറഞ്ഞതാണ്, ഇവിടെ ലവ് ജിഹാദ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കല്യാണം കഴിച്ചത് പാർവതിയെയാണ്. ഇന്ന് ജഗതി ശ്രീകുമാർ മനോരമയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ സങ്കടത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ മകളും ഷോൺ ജോർജും തമ്മിൽ പ്രണയമാണെന്ന് അറിഞ്ഞ് ഞാൻ PC ജോർജിനെ വിളിച്ചു. PC ജോർജ് പറഞ്ഞത് ആദ്യം അവൾ മതം മാറട്ടെ ത്തിലോ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. PC ജോർജിനെ പോലെയുള്ള ഒരാൾ ഇത്രയും വർഗീയമായി ചിന്തിക്കുന്നത് എനിക്ക് സങ്കടമുണ്ടായി എന്ന് ജഗതി ശ്രീകുമാർ മനോരമയിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. നോക്കണം നിങ്ങൾ, ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ പേരും അതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, അതേ ജഗതി ശ്രീകുമാറിൻ്റെ മറ്റൊരു മകളുണ്ട്. ആ മകളുടെ പേര് ഞാനിവിടെ പരാമർശിക്കുന്നില്ല. ആ മകളെ കല്യാണം കഴിച്ചത് ഒരു ഇസ്ലാം മത വിശ്വാസി അല്ലെങ്കിൽ നാമധാരിയായിട്ടുള്ള ഒരാളാണ്. അവർ കല്യാണം കഴിച്ച് ദുബായിൽ ഇപ്പോഴും അതേ മതമനുസരിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ഇവിടെ വർഗീയമായി ചിന്തിക്കുന്നത്? നിങ്ങൾ പറ. പ്രണയങ്ങൾ പ്രണയത്തിൻ്റെ വഴിക്ക്, കല്യാണങ്ങൾ കല്യാണത്തിൻ്റെ വഴിക്ക് പോകട്ടെ.
അവിടെ സംഘടിതമായി ഓർഗനൈസർ ഈ പരിപാടി ഉണ്ടെങ്കിൽ, ഇവർ പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ അതിനെന്താ പോലീസിന് അന്വേഷിക്കാൻ മടി? നേരത്തെ ഈ അദ്ദേഹം പരാമർശിച്ച ശ്രീലേഖയെക്കുറിച്ചോ സെൻകുമാറിനെ നമുക്കറിയാമല്ലോ. അവരൊക്കെ മൂത്ത സംഘികളല്ലേ? അവരുടെ മനസ്സിനകത്ത് എത്രമാത്രം വിഷമായിരുന്നു എന്ന് അവർ റിട്ടയർമെന്റ് ചെയ്ത ശേഷം നമുക്ക് വ്യക്തമായതല്ലേ? ആ പേരുകളാണ് പരാമർശിച്ചത്. അവരാണോ ഇവർക്ക് ഉദാഹരണം? വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന സോണിയ സെബാസ്റ്റ്യന്റെ കാര്യവും നിമിഷ ഫാത്തിമയുടെ കാര്യവും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ. അന്ന് ഈ രീതിയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോർജ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയാണെന്ന് അന്ന് ബോധ്യമായതാണ്. ഈ ലവ് ജിഹാദ് എന്നുള്ള ടേമിൽ മാത്രമേ തർക്കമുള്ളൂ. അങ്ങനെ ഒരു അംഗീകൃതമായ ടേം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പറഞ്ഞ കാര്യങ്ങളിലുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സംഘടിതമായ ശ്രമമുണ്ടോ? അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മനുഷ്യട്ട് ചോദിച്ചു കണ്ടെത്തിയിട്ടില്ല. ശരിയാണ്, എന്തുകൊണ്ട് കിട്ടുന്നില്ല? വളരെ അല്ല, നോക്ക് നിങ്ങൾ, BJP-യുടെ ഭരണത്തിലായി അന്വേഷണം നടത്തിയിട്ടുള്ളത്. BJP-യുടെ ഭരണത്തിലാണ് ഈ അന്വേഷണം നടത്തിയിട്ടുള്ളത്. കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരു സിംഗിൾ തെളിവ് പോലും, അല്ലെങ്കിൽ ഒരു സിംഗിൾ കേസ് പോലും ജെന്യൂൻ ആണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇപ്പൊ അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഞാൻ നമ്പർ കോട്ട് ചെയ്യണില്ല, 100 ഉദാഹരണങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം ഇതിന് വിരുദ്ധമായിട്ട്. ആളുകൾ ഇപ്പോൾ നമ്മുടെ ചർച്ചയിലിരിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു കുട്ടിയെ കൊണ്ടുപോയി ഇപ്പോൾ ക്രിസ്തു മത വിശ്വാസത്തിലേക്ക് മാറ്റി, പിന്നെ അവർ അങ്ങനെ ക്രിസ്ത്യാനിയായി ജീവിക്കുകയാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ എടുത്ത് പിന്നെ പരിശോധിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് തിരിച്ച് കാണാൻ കഴിയില്ല. നമ്മൾ അങ്ങനെ എല്ലാത്തിനെയും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? പ്രണയം, ആളുകൾ ഏതൊക്കെ അർത്ഥത്തിൽ പ്രണയത്തിലാവുന്ന മതത്തിലേക്ക് സംഘടിതമായി ആളെ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രണയം നടത്തുന്നത് എനിക്കറിയില്ല. ഞാനൊക്കെ മനസ്സിലാക്കിയ മതമനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത് മതവിരുദ്ധമാണ്. ഓൻ മതവിശ്വാസിയാവില്ല. പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഒരു മതത്തെക്കുറിച്ച് ഇങ്ങനെ പറയും? നിങ്ങൾ നോക്ക്, എനിക്കൊരു മിനിറ്റ് നിങ്ങൾ സമയം തരണം. ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ ഇവർ അനാവശ്യ ചർച്ചയുണ്ടാക്കി. ഈ ചർച്ചയിൽ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ മലയാളക്കരയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവാസിയായി കഴിയുന്നത് മിഡിൽ ഈസ്റ്റിലാണ്, ഗൾഫ് രാജ്യങ്ങളിലാണ്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഇസ്ലാം മതവിശ്വാസികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മലയാളി ഹൈന്ദവ മതവിശ്വാസികളും ക്രൈസ്തവരുമുള്ളത് സൗദി അറേബ്യയിലാണ്. 1,00,000-ലധികം ഹൈന്ദവരും ക്രൈസ്തവരും വളരെ സന്തോഷത്തോടു കൂടി ഇസ്ലാമിക ശരീഅത്ത് നിയമമായിട്ടുള്ള സൗദി അറേബ്യയിൽ സന്തോഷത്തോടെ 40 കൊല്ലത്തോളമായി ജീവിക്കുന്നുണ്ട്. ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടോ? ഏതെങ്കിലും ആളുകൾ നിങ്ങൾ ഹിന്ദുവാണ് ക്രൈസ്തവനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരോ? നല്ല എന്താ പറയുക, ആതിഥ്യ മര്യാദയിൽ ജോലിക്ക് വന്ന ആൾ എന്നുള്ള നിലക്കല്ല അവരോട് സൗദി അറേബ്യ പെരുമാറുന്നത്. വീട്ടിൽ വന്ന അതിഥിയെ പോലെയാണ്. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന നമ്മൾ മാത്രവുമല്ല, സൗദി അറേബ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശുദ്ധ മക്കയും മദീനയും പ്രവാചകന്റെ പിറന്ന നാടും പ്രവാചകന്റെ റൗള ഷരീഫുമുള്ള സൗദി അറേബ്യയിലാണ് ഞാൻ ഈ പറയുന്നത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതര മതവിശ്വാസികളോട് ജീവിച്ച് കാണിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കൃത്യമായി ജീവിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട കഥകളാണ്. കഴിഞ്ഞ ദിവസം ഇതേ ചർച്ചയിൽ ഇവിടെ PC ജോർജ് നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്, ഷോൺ ജോർജും പറഞ്ഞിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിലെ ഒരു സ്ഫോടക വസ്തു പിടിച്ച കഥ നിങ്ങൾ യഥാർത്ഥത്തിൽ അവർ മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. ആ ഈരാറ്റുപേട്ടയിലെ വലിയ തോതിലുള്ള സ്ഫോടക വസ്തു പിടിച്ചപ്പോൾ ആദ്യം അറസ്റ്റിലായത് ഒരു ഷിബിലി എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്, മുസ്ലിം ആളാണ്. പിറ്റേ ദിവസം 2 ആളെ പിടിച്ചു, ഒരു ജോസഫ് മാത്യുവും റോയ് എബ്രഹാമും. ആരും ചർച്ചയാക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, അത്തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് എല്ലാത്തിനും മതത്തിൻ്റെ പേര്. എന്നിട്ട് കേരളം മുഴുവൻ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് പൊട്ടിക്കാൻ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാറമടയിൽ പിന്നെ പൊട്ടിക്കാനുള്ള ജലാറ്റിൻ സ്റ്റിക്കും മറ്റും പിടിച്ചെടുത്തതിനാണ് അതിന് മതപരമായ ലേബൽ കൊടുക്കുന്നത്. ആ പിടിച്ചൽ പ്രതികളോ 3 പേരിൽ 2 പേര് ക്രൈസ്തവ മതവിശ്വാസികളാണ്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെയാണ് ഈ മലയാളക്കരയിൽ ഇവർ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാസയുടെ പേര് പറഞ്ഞത്. കാസ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയാണ്. അവരുടെ ഉദ്ദേശം വ്യക്തമാണല്ലോ എന്താണെന്നുള്ളത്. ഞങ്ങൾ തീർച്ചയായും അതിനെ ഉപയോഗിക്കുന്നത് ക്രിസംഗി എന്നാണ്. അത് ക്രിസ്ത്യാനിയിലെ ക്രൈസ്തവ മതരെയല്ല. RSSനെ പോലെ മതപരമായി മനുഷ്യർക്കിടയിൽ തർക്കമുണ്ടാക്കാൻ, പ്രശ്നമുണ്ടാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവർ. ബോധ്യമായ കാസ മാത്രമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ അങ്ങനെയല്ല പറയുന്നത്. വിയോജിക്കുന്നില്ല. അവർ ജോർജ് പറഞ്ഞതിനോട് വിയോജിക്കുന്നില്ല. ജോർജ് പറയുന്ന മതവിദ്വേഷ പരാമർശങ്ങൾക്ക് സഭ എതിരാണ്. പക്ഷേ ഈ കാര്യത്തിൽ എതിർക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ജോർജിനെ എതിർക്കുന്നില്ല. അതിനെ കാസയുമായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റുകയില്ല ഷാക്കിർ. അത് അവരുടെ കാഴ്ചപ്പാട് എന്താ? ഞാൻ പറയുന്നത് കാസയെക്കുറിച്ചും
മറ്റ് ദുരുദ്ദേശത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന PC ജോർജിനെ പോലെയുള്ള ആളുകളെ കുറിച്ചുമാണ്. അല്ലാണ്ട് ഇവിടെ നേരത്തെ പരാമർശിച്ച ആ സുഹൃത്തിനെ കുറിച്ചോ ഏതെങ്കിലും സഭയെക്കുറിച്ചോ അല്ല. അവരെ കുറിച്ചുള്ളൂ. ശരി ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, താങ്കളിലേക്ക് വരാം, അത് പരിഹരിക്കുകയും ചെയ്യും. ശ്രീ ഷാബു പ്രസാദ് മഞ്ജുഷ് ഒരു കാര്യം. രാഹുലിലേക്ക് വരാം. അതിന് മുമ്പ് ഷാബു കേന്ദ്ര ഏജൻസികളൊന്നും ഇക്കാര്യത്തിൽ അന്വേഷിച്ച് ഒന്നിലേക്കും എത്തിയിട്ടില്ല, ഈ ലവ് ജിഹാദിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള പ്രതിരോധം തീർക്കുവാൻ ഷാക്കിറിനെ പോലെയുള്ളവർക്ക് കഴിയും. അതുകൊണ്ടാണ് ലീഗ് ശക്തമായിട്ട് എതിർക്കുന്നത്. യൂത്ത് ലീഗാണ് ആദ്യം പരാതി നൽകിയത് ആർക്കെതിരെ? ഈ PC ജോർജിനെതിരെ. സഭയുടെ പിന്തുണ കിട്ടുമ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുവാൻ, അല്ലെങ്കിൽ തെളിവുള്ള കാര്യങ്ങളല്ല ജോർജ് പറഞ്ഞത് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് യൂത്ത് ലീഗ്. മഞ്ജുഷേ, ഞാൻ ഇന്നലെയും നിങ്ങളുടെ ചാനലിൽ തന്നെ ഈ വിഷയത്തെ പറ്റി ചർച്ചയുണ്ടായിരുന്നു. നോക്കൂ, നമ്മൾ ഈ വിഷയത്തിന്റെ പിന്നിൽ നിയമപരമായ തെളിവുകൾ അന്വേഷിച്ച് നടന്നാൽ കിട്ടില്ല, അതിന് തെളിവില്ല. നമ്മൾ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതിന്റെ പരിമിതികളുണ്ട്. നിയമം അതിന് നോക്കുന്നത് എന്താണ്? പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയമുണ്ട്, എനിക്ക് ഇന്നയാളുടെ കൂടെ പോയാൽ മതി, എനിക്ക് ഇന്നയാളുടെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അവിടെ കഴിഞ്ഞു, നിയമത്തിന്റെ റോൾ അവിടെ തീർന്നു. അതാണ് അതിൻ്റെ. നമ്മളിതിനെ സമീപിക്കേണ്ടത് വളരെ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉള്ള ഒരു ആംഗിളിലാണ്. ഇവിടെ അമൽ സെറിയൊക്കെ പറഞ്ഞു, അതുപോലെ നമ്മുടെ മുമ്പിൽ ധാരാളം യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇനിയും ശ്രീലേഖയുടെയും സെൻകുമാറിന്റെയും കാര്യം വിടൂ. ലോക്നാഥ് ബെഹ്റ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? CPM MLA ആയിരുന്ന ജോർജ് M. തോമസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ കാലങ്ങളായി ഇതിങ്ങനെ ഒരു സംഘടിത ശ്രമം, ഈ രീതിയിലുള്ള ഒരു സംഘടിത ശ്രമം ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിലെ ഒരു തീവ്രവാദ വിഭാഗങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് മനസ്സിലാവാത്തത് ഈ ഷക്കീർ അല്ലെങ്കിൽ ഇവിടെ ഈ മുസ്ലിം ലീഗ് എന്തിനാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഈ തലവെക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഇതിൻ്റെ അകത്തൊരു പാർട്ടിയെ ഇല്ല. ഇത് ആരും മുസ്ലിം ലീഗിനെ ഒരു ആരോപണത്തിന്റെ മുന്നിലെ ഇതിൽ നിർത്തിയിട്ടില്ല. ഇസ്ലാമിക വിഭാഗത്തിനെ മുഴുവനായും മൊത്തമായും കുറ്റപ്പെടുത്തുന്നതിന്, ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതിനോട് ഇവിടെ ആർക്കും യോജിപ്പില്ല. ജോർജിന്റെ ഇതിന് മുൻപുള്ള പ്രസ്താവന നോക്കിക്കഴിഞ്ഞാൽ ജോർജ് പറഞ്ഞത് എന്താണ്? മുസ്ലിങ്ങൾ മുഴുവനും തീവ്രവാദികളാണ് എന്ന പരാമർശം നടത്തിയതിനാണ് അദ്ദേഹത്തിനെതിരെ കേസ് വന്നത്. അതിന് പിന്തുടർച്ചയായിട്ടാണ് ജോർജ് ഇങ്ങനെ പറഞ്ഞത്, മീനച്ചിലെ 400 പെൺകുട്ടികളുടെ കാര്യം. ഞാൻ PC ജോർജിന്റെ വക്താവായിട്ടോ PC ജോർജിനെ സപ്പോർട്ട് ചെയ്യാനോ എതിർക്കാനോ അല്ല ഞാൻ വിളിക്കുന്നത്. ഞാൻ ഈ വിഷയത്തിന്റെ മെറിറ്റിനെ പറ്റി, ഈ വിഷയത്തിന്റെ ഡെപ്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ PC ജോർജിന്റെ വക്താവല്ല. PC ജോർജ് പറയുന്നതിനോട് എല്ലാത്തിനോടൊന്നും എനിക്ക് ആ സമീപനങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അതല്ല അവിടുത്തെ വിഷയം. ഞാനിവിടെ പറയുന്നത്, അതായത് ഇതിൻ്റെ അകത്ത് ഇസ്ലാമിക സമൂഹം മുഴുവനും, എൻ്റയർ മുസ്ലിം സമൂഹം ഇതിൻ്റെ അകത്ത് കുറ്റക്കാരാണ് എന്ന് ഞാൻ പറയില്ല. ഇവിടെ മുസ്ലിം ലീഗ് അതിശക്തമായി എതിർക്കുന്ന SDPI, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, ഇതേപോലെയുള്ള തീവ്രവാദ പ്രവണതയുള്ള കുറേ സെറ്റപ്പുകൾ ഈ കേരളത്തിലുണ്ട്. ISന്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ്. ഇത് ISലേക്ക് ഇവിടെ നിന്ന് ധാരാളം റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിലൊരു യാഥാർത്ഥ്യമാണ്. നിമിഷ ഫാത്തിമയൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളോടാണ് നമ്മൾ സമീപിക്കേണ്ടത്. ആ യാഥാർത്ഥ്യങ്ങളോട് യാഥാർത്ഥ്യബോധത്തോടുകൂടി സമീപിക്കണം എന്ന് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതിനെ സത്യത്തിൽ മുൻപിൽ നിന്ന് എതിർക്കേണ്ട ഒരു കക്ഷിയാണ്, ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞാൻ ഒരിക്കലും കാര്യം, എനിക്ക് പല രാഷ്ട്രീയപരമായും സമീപനങ്ങളിലൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും എനിക്കൊരു പരിധി വരെ റെസ്പെക്റ്റ് ഉള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. എനിക്കൊരു വലിയ ഇതില്ല, കാരണം അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവണതകളോട്, അതായത് മുസ്ലിം വിഭാഗത്തിലെ, അവരുടെ തന്നെ വിഭാഗത്തിലെ ഈ തീവ്രവാദ പ്രവണതകളോട് എന്നും വളരെ ശക്തമായി നിലപാടുകൾ എടുത്തിട്ടുള്ള, വിയോജിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. പല പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഘടന ഈ കേസിൽ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ളിടത്ത് കൊണ്ടുപോയി തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് അവർ കൊണ്ടുവന്ന് അനാവശ്യമായി ഇതിൻ്റെ അകത്ത് തലവെക്കുകയാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അന്വേഷണ ഏജൻസികൾ, മുമ്പേ പറഞ്ഞ പോലെ അന്വേഷണ ഏജൻസികൾ കണ്ടു തെളിവുകളൊന്നും കിട്ടില്ല. തെളിവുകൾ കിട്ടില്ല മഞ്ജുഷേ.
അതിന് തെളിവ് അല്ല, തെളിവുകളില്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഈ നമ്പർ ഗെയിം കളിക്കുന്നതിൽ അർത്ഥമുണ്ടോ ശ്രീ ഷാബു പ്രസാദ്? ഈ 400 പറയുന്നു, അത് കഴിഞ്ഞ് ഷോൺ പറയുന്നു 400 അല്ല 4000 ആണെന്ന് പറയുന്നു, 40,000 വരുന്നു. അതൊക്കെ വരുമ്പോൾ അതിനകത്ത് തെളിവില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. സമുദായത്തെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അവർ എങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കും? പറയുന്നത് കേൾക്കോ? ഇല്ലില്ല, തെളിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായ തെളിവുകൾ കണ്ടെത്താൻ പ്രയാസമാണ്. ഇപ്പൊ ഞാൻ പറയില്ല, ഇപ്പം ഈവൻ ഈ നിമിഷ ഫാത്തിമയുടെ കാര്യം പോലും നമ്മുടെ കൺമുമ്പിൽ വന്ന് ഒരു കോടതിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നിയമപരമായിട്ട് ഇപ്പൊ അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിന്റെ പിന്നിലെ തീവ്രവാദ താല്പര്യങ്ങൾ എന്താണ് എന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിമിഷ ഫാത്തിമയെ ഇവിടുന്ന് കൊണ്ടുപോയി 2-3 രാജ്യങ്ങൾ കടന്ന് അഫ്ഗാനിസ്ഥാനിലെത്തി, ഇതൊക്കെ യാഥാർത്ഥ്യവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി പി സി ജോർജ് പറഞ്ഞ 400 എന്ന് പറയുന്ന നമ്പറിന്റെ അടിസ്ഥാനം എന്താണ്? അത് അദ്ദേഹം തന്നെ പറയട്ടെ. അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ മുമ്പിലോ അല്ലെങ്കിൽ ആരുടെ മുമ്പിലോ അതിന്റെ എന്തുകൊണ്ടാണ് ആ പറയുന്നതിന്റെ ബേസ് എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ ജനറലായിട്ട് പറഞ്ഞത് ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഒരു കാരണവശാലും ഈ യൂത്ത് ലീഗിനെ പോലെയുള്ളവർ, മുസ്ലിം ലീഗിനെ പോലെയുള്ള കുറച്ച് ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള അവർ അതിൻ്റെ അകത്ത് കൊണ്ട് തലവെക്കരുത്. ഒരു കാര്യം കൂടിയുണ്ട്, യൂത്ത് ലീഗിന്റെ ഒരു ആരോപണം കൂടിയുണ്ട്. പി സി ജോർജിനെതിരെ കേസെടുക്കാത്തത് BJP-യും CPM-ഉം തമ്മിലുള്ള ആ ബന്ധത്തിന്റെ പേരിലാണ്. അതായത് ജോർജിനെ സംരക്ഷിക്കുന്ന സർക്കാർ എന്നാണ്, കേസെടുക്കാതെ രക്ഷിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയം അത് പറഞ്ഞുകൊള്ളട്ടെ, അതിലൊന്നും ഇല്ല. കാര്യം അവർ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. സംഘപരിവാറിനെയും BJP-യെയും CPM-നെയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ അവർക്ക് സ്വീകരിക്കേണ്ടി വരും. അവർക്ക് അവരുടെ അണികളെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും അവരുടെ വോട്ട് ബാങ്കിനെയും തൃപ്തിപ്പെടുത്തേണ്ടി വരും. അതിനനുസരിച്ചുള്ള നിലപാടുകളൊക്കെ അവർക്ക് എടുക്കേണ്ടി വരും. അവരുടെ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾ അവർക്ക് സ്വീകരിക്കേണ്ടി വരും. അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും അവർക്ക് നടത്തേണ്ടി വരും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി. പക്ഷെ ഞാൻ ഇത്ര പറയുന്നുള്ളൂ, പക്ഷേ ഈ കാര്യത്തിൽ മുൻപിൽ നിന്ന് എതിർക്കേണ്ടത്, അതായത് തീവ്രവാദത്തിനെ ഏറ്റവും അധികം ശക്തമായി എതിർത്തിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ ഇതേപോലെയുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പ് തീവ്രവാദ എലമെന്റുകൾ നടത്തുന്ന മുസ്ലിം എന്നുള്ള ആ പദത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രവണതകൾ അവരിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അവരതിനെയാണ് എതിർക്കേണ്ടത്. ശരി ശരി ശ്രീ രാഹുൽ ഈശ്വർ, നിയമത്തിന്റെ മുന്നിൽ വരുമ്പോൾ തെളിയിക്കപ്പെടാൻ പറ്റുകയില്ലായിരിക്കും, അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയില്ലായിരിക്കും. പക്ഷേ ഇല്ല എന്ന് പറയാനാവില്ലല്ലോ എന്നാണ് ഷാബു പ്രസാദ് പറയുന്നത്. അത് ശരിയുമാണല്ലോ. കാരണം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ആ സമൂഹത്തിൽ നിന്ന് തന്നെ, ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ, ഇപ്പോൾ സിറോ മലബാർ സഭ എന്ന് പറയുന്നത് ക്രൈസ്തവരെ പ്രതിനിധാനം ചെയ്യുന്നതാണ്, കത്തോലിക്ക സഭാ വിശ്വാസികളാണ്. അവരുടെ ആശങ്ക നേരത്തെയും വന്നിട്ടുള്ളതാണ്. പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അന്ന് അദ്ദേഹത്തിനെതിരെ വാളെടുത്തിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ക്രൈസ്തവ സംഘടനകളും ചോദിക്കുന്നത്. പി സി ജോർജ് എന്ന വ്യക്തിയെയല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ അനുകൂലിക്കുന്നതെന്ന്. ശ്രീ മഞ്ജുഷ് ഈ വിഷയത്തിൽ ആക്റ്റീവായി ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സുപ്രീം കോടതിയിലടക്കം എന്റെ പേരടക്കം പരാമർശിച്ചിട്ടുള്ള അവസ്ഥയിൽ ഇതിന്റെ ഉള്ളില് രണ്ട് ഭാഗത്തെയും സത്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കാര്യം പറയാം. എല്ലാവരും പറയുന്നതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ പശ്ചാത്തലമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജിഹാദ് എന്ന് പറയുന്നത് ഒരു പവിത്രമായ പദമാണ്. ക്രിസ്ത്യൻ സഹോദരന്മാർ ക്രൂസൈഡ് എന്നും ഹിന്ദുക്കൾ ഞങ്ങൾ ധർമ്മയുദ്ധം എന്നും പറയുന്നത് പോലെ ജിഹാദ് പവിത്രമായ ഒരു പദമാണ്. ആ പദത്തെ ഒരു പ്രശ്നത്തിലേക്കോ വിവാദത്തിലേക്കോ നമ്മൾ വലിച്ചിഴക്കരുത്. അത് അമൽ പറഞ്ഞത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നിർബന്ധിത മതപരിവർത്തനം, ഫോഴ്സ്ഡ് കൺവേർഷൻ എന്നാണ് ഈ പ്രത്യേക വാക്കിനെ വിളിക്കേണ്ടത്. ഇനി ഫോഴ്സ്ഡ് കൺവേർഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റിയത് മഹാത്മാഗാന്ധി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് എഴുതിയ എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നേരത്തെ അമൽ പറഞ്ഞതുപോലെ, ഷാബു സാറ് പറഞ്ഞതുപോലെ, നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മറിയം അടക്കമുള്ളവർ പോയിട്ടുണ്ട്. ആർഷവിദ്യാ സമാജത്തിലെ ശ്രുതി അടക്കമുള്ളവർ ഇത്തരം ചില കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ 3,32,000 എന്ന് കള്ളം പറയുമ്പോഴാണ് വലിയൊരു പ്രശ്നം വരുന്നത്. അതാണ് കേരള സ്റ്റോറി പോലുള്ള പച്ചക്കള്ളങ്ങളും പ്രൊപ്പഗാൻഡകളും. 3 കുട്ടികൾ അങ്ങനെ പോയതിനെ 32,000 ആയി പോയി. ഒരാളെങ്കിലും പോയാൽ അത് നമ്മുടെ പരാജയമാണ്. ഷാക്കിറിന്റെ പരാജയമാണ്, മുസ്ലിം ലീഗിന്റെ പരാജയമാണ്, രാഹുൽ ഈശ്വറിന്റെ പരാജയമാണ്, കേരളത്തിന്റെ പരാജയമാണ്. ഒരാൾ പോലും അങ്ങനെ പോരുന്ന
എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ 0.00001% ഉള്ളൊരു വിഷയത്തെ നമ്മൾ പർവ്വതവൽക്കരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു. രണ്ട്, ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ NIA അടക്കം പരിശോധിച്ചിട്ടുണ്ട്. ഉദാഹരണം അഖില ഹാദിയയുടെ വിഷയം. ആ വിഷയത്തിൽ എനിക്കെതിരെ പോപ്പുലർ ഫ്രണ്ടുകാർ സുപ്രീം കോടതിയിൽ പോയതാണ്, രാഹുൽ ഈശ്വർ എന്ന വ്യക്തിക്കെതിരെ പോയതാണ്. അപ്പൊ അഖില ഹാദിയയുടെ കേസിലടക്കം സുപ്രീം കോടതി പറഞ്ഞു ഇത് ലവ് ജിഹാദോ നിർബന്ധിത മതപരിവർത്തനമോ അല്ല, പകരം ഇത് പ്രേമിച്ച് കല്യാണം കഴിച്ചു പോയതാണ്. പക്ഷെ നിമിഷ ഫാത്തിമയുടെ കേസ് നമുക്കറിയാം നിർബന്ധിത മതപരിവർത്തനമാണ്. കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല, ആ കുട്ടി ഏത് രാജ്യത്താണെന്ന് പോലും അറിയില്ല. നിമിഷ ഫാത്തിമയുടെ അമ്മ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നിമിഷ ഫാത്തിമയുടെ കേസിലാണ് ഈ കേരള സ്റ്റോറി എന്ന സിനിമ ഉണ്ടാക്കിയത്. പക്ഷേ മുമ്പായിരുന്നു IS റിക്രൂട്ട്മെന്റിന്റെ മുൻപ് ഈ സംഭവം നിയമത്തിന്റെ മുന്നിൽ വന്നിരുന്നുവെങ്കിൽ ഈ പറയുന്ന മതപരിവർത്തനം അവിടെ വരില്ലായിരുന്നു. തെളിയിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായും വരുമായിരുന്നു. ഇതിന് മുമ്പാണ് അല്ല തെളിയിക്കാൻ പറ്റുമല്ലോ. നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഒരു പരാതി ഇല്ലല്ലോ. സമയമായിരിക്കുമല്ലോ അത്. അങ്ങനെയാണ് നിമിഷ ഫാത്തിമയുടെ അമ്മയ്ക്ക് അഖില ഹാദിയെ കൊടുത്തു, പക്ഷെ അത് കോടതി തള്ളിക്കളഞ്ഞു. നിമിഷ ഫാത്തിമയുടെ കാര്യത്തിൽ അത് പറയുന്നത്, സോണിയ സെബാസ്റ്റിന്റെ കാര്യത്തിൽ പറയുന്നത് അവർ നമ്മുടെ നാട്ടിലില്ല, നേരത്തെ അമല് പറഞ്ഞ പോലെ വിദേശത്തടക്കമാണ്. പക്ഷെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ പ്രശ്നത്തെ നമ്മൾ പർവ്വതീകരിച്ച് നമ്മുടെ സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കരുത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പോയിന്റ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ 99.99% മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം പരസ്പര സാഹോദര്യം ആഗ്രഹിക്കുന്നവരും പരസ്പര യോജിപ്പ് ആഗ്രഹിക്കുന്നവരുമാണ്. തീവ്രവാദത്തിന്റെയോ തീവ്ര ഇസ്ലാമിസത്തിന്റെയോ തീവ്ര ഹിന്ദുത്വവാദത്തിന്റെയോ അല്ലെങ്കിൽ മാർട്ടിനെ പോലെ തീവ്ര റാങ്കിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാം. പക്ഷെ അതിന്റെ പേരിൽ സാമൂഹിക സ്പർദ്ധ ഉണ്ടാകരുത്. രണ്ടുപേരും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ പിണറായി വിജയന്റെ ഔദ്യോഗിക കണക്കുകളുണ്ട്. 120 പേരോളമാണ് കേരളത്തിൽ നിന്ന് ISISൽ പോയത്. ഇതേപോലെ സെൻട്രൽ ഗവൺമെന്റിനും മറ്റ് കണക്കുണ്ട്. ഇതൊന്നും നിർബന്ധിത മതപരിവർത്തനമല്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ മുസ്ലിം സമൂഹത്തെ മുൾമുനയിൽ നിർത്താനും കരിവാരി തേക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സഹോദരങ്ങളാണ്. ചരിത്രത്തിൽ അവർ സഹോദരങ്ങൾ തന്നെയാണ്. ഇബ്രാഹാമിന്റെ സന്തതികളാണ്. പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ യേശുക്രിസ്തുവും മോസസുമാണ്. നേരിട്ടും അല്ലാതെയും 187 തവണയാണ് യേശുക്രിസ്തുവിനെ പരിശുദ്ധ ഖുറാനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചരിത്രപരമായി ബന്ധമുള്ള ഈ സമുദായങ്ങൾ ഏതെങ്കിലും വിഷയത്തിന്റെ പേരിൽ തള്ളിത്തല്ലുന്നത് കാണുന്നത് വളരെ വിഷമകരമാണ്. ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് പരിഹരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ജോർജ് സാർ എനിക്ക് എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. ഞങ്ങളെ ശബരിമല പ്രക്ഷോഭത്തിന് ആദ്യം സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇന്ന് രാവിലെയും കൂടെ ഞാൻ ജോർജ് സാറോട് സംസാരിച്ചു. ജോർജ് സാറിന്റെ മകൻ ഷോൺ എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. എനിക്ക് ഷാക്കിറിനോടുള്ള റിക്വസ്റ്റ്, പാർവതിയുടെ കാര്യം, പാർവതി എന്നാണ് ഷോണിന്റെ വൈഫിന്റെ പേര്. ഷോണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ വേദനയാണ് പാർവതിയെ മതം മാറ്റിയത്. പാർവതി ഞാനും ഒക്കെ ഒരുമിച്ച് പഠിച്ചതുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കൊളീഗ്സ് ഒക്കെയാണ്. അപ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതം പരാമർശിക്കുകയല്ല വേണ്ടത്. നിർബന്ധിത മതപരിവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എതിർക്കാം. പക്ഷേ ഈ 400 ഒന്നും 3000 ഒന്നും 40,000 ഒന്നും 32,000 ഒന്നും കള്ളം പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. അത് വെറുതെ പറയുന്നതാണ്. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് അമലിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ കണക്കുകളിൽ പലതും തെറ്റാണെങ്കിലും ശരിയായ ഒരു കണക്ക് ഞാൻ പറയാം. ആ കണക്ക് ഇന്ത്യൻ ഗവൺമെന്റും കേരള ഗവൺമെന്റും എടുക്കുന്ന കണക്കാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യാ നിരക്ക്, ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ ജനന നിരക്ക് 1.6 ആണ്. ഹിന്ദുക്കളുടെ 1.1ഉം 1.3ഉമാണ്. നമ്മളുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങളുടെ ജനസംഖ്യ നോർമലും ഓക്കെയുമാണ്. അത് 2.7 ആണ്. നമ്മുടെ ജനസംഖ്യ കുറയുന്നത് മനസ്സിൽ വെച്ച് നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല. യഥാർത്ഥത്തിൽ മലപ്പുറം നോർമലായി പോവുകയാണ്. പത്തനംതിട്ട ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുമ്പനാടടക്കം പ്രേതനഗരമായി മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കുടുംബ തകർച്ചയും ജനസംഖ്യാ തകർച്ചയും ഒരു സീരിയസ് ഇഷ്യൂ ആണ്. എല്ലാ സമൂഹങ്ങൾക്കും 2.1, ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കാണ്, രാഹുലീശ്വറിന്റെ കണക്കല്ല. എല്ലാ കുടുംബത്തിലും 2.1 കുട്ടികൾ ഉണ്ടാകണം. ക്രിസ്ത്യാനികൾക്ക് അത് 1.6 മുതൽ 1.8 ആണ്. ഹിന്ദുക്കൾക്ക് അത് 1.1 മുതൽ 1.3 വരെയാണ്. നമ്മുടെ ജനസംഖ്യാ തകർച്ച അടക്കമുള്ള സീരിയസ് ആയ വിഷയങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയും നമ്മുടെ കുടുംബ സംവിധാനം തിരിച്ചു കൊണ്ടുവരാൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഫാമിലി ഈസ് ദ ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചർ ഈസ് ദ ഫാമിലി എന്ന് പറഞ്ഞതുപോലെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയണം. മാർപ്പാപ്പയുടെ നിലപാടല്ലേ അടുത്തത് പറയുന്നത്. മാർപ്പാപ്പ പറയുന്നുണ്ട്, പീഡിക്കപ്പെട്ട രോഹിംഗ്യൻ മുസ്ലിങ്ങളിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം കാണുകയാണ്. അദ്ദേഹം ബർമയിൽ പോയി പറയുകയാണ്, പീഡിപ്പിക്കപ്പെട്ട ഈ മുസ്ലിം സഹോദരങ്ങളിലാണ് ഞാൻ യേശുക്രിസ്തുവിന്റെ മുഖം കാണുന്നത്. അപ്പോൾ സമവായത്തിന്റെ, സന്തുലനത്തിന്റെ, സാഹോദര്യത്തിന്റെ ഭാഷയിൽ അമൽ സിറിയക് ജോസ് പർവ്വതീകരിക്കുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതായത് ഏതാനും സംഭവങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ഈ പറയുന്ന 400, 4000 ഒക്കെ ആക്കി മാറ്റുന്നു എന്നാണ്, അതിനെ സഭ പിന്തുണയ്ക്കുന്നു എന്ന്.
ഇത് പർവ്വതീകരിക്കുമല്ല. ഞാൻ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ലവ് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇത് ആരാണ് ഉന്നയിക്കുന്നത് അവരുമായിട്ട് പേഴ്സണലായിട്ട് പോയി സംസാരിച്ചുകൊണ്ട് അതിന്റെ ആപത്ത് പറ്റിയ ആ പെൺകുട്ടിയെ ഒന്ന് കാണുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ കാണുകയോ ഒക്കെ എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഈ വിഷയത്തെ കാണുമ്പോഴും ഈ ഇരയായവരുടെ കുടുംബത്തെയോ കണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി തിരിച്ചറിയാനോ അന്വേഷിക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല. അത് മാധ്യമങ്ങളാകട്ടെ, രാഷ്ട്രപ്രവർത്തകരാകട്ടെ, പൊതുപ്രവർത്തകരാകട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ കണ്ടു. ആ അമ്മയുടെ വേദനയൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇതിന്റെ പിന്നാമ്പുറത്തെ പറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ചേംബറിൽ വെച്ചായിരുന്നു ഞാനൊരു ചർച്ച കഴിഞ്ഞ് ഇറങ്ങി പുറത്തുനിന്ന സമയത്താണ് ഈ കേസുമായിട്ടൊരു വരുന്നത്. അപ്പൊ ഇങ്ങനൊരു കേസാണ് ഇതെന്ന് കേട്ടപ്പം അറിയാനുള്ള ഒരു ജിജ്ഞാസയില് ഈ പെൺകുട്ടി അഡ്വക്കേറ്റായിട്ട് സംസാരിക്കുന്ന സമയത്ത് അമ്മ പുറത്തിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പതുക്കെ പോയി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളെ പറ്റി എന്താണ് നമുക്കൊരു ജിജ്ഞാസ, നമ്മൾ കേട്ടില്ലേ ഉള്ളൂ, ചാനലുകളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, ഈ വിഷയം എന്താണെന്ന് ഇപ്പോഴാണ് നമ്മളൊന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഈ അമ്മയോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോയത്. കാര്യം ഈ പെൺകുട്ടിക്ക് വേണ്ടി, അതായത് ഈ പെൺകുട്ടിയെ കിട്ടാനായിട്ട്, അതായത് ഈ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോകുന്ന ഒരു നിമിഷത്തില് ഇത് പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നതാണ് ഇവരിലോട്ട്. അങ്ങനെ ഇവർക്ക് തിരിച്ചു കിട്ടി. ഈ കുടുംബത്തിൽ രാത്രി പെൺകുട്ടി കിടക്കുന്ന അടുത്തുള്ള ഒരു മഠത്തിലാണ് പോയി കിടക്കുന്നത്. എന്നിട്ട് പകല് വരും. അപ്പന് മേലാതെ കട്ടിലെ കിടക്കുന്ന ഒരു അപ്പൻ അമ്മയ്ക്ക് മുട്ടുവേദനയായിട്ട് അവർ ഈറ്റ് വെട്ടി ജീവിക്കുന്ന ഒരു മലപ്രദേശത്താണ്, ഈറ്റ് വെട്ടി ജീവിക്കുന്നവരാണ്. മുട്ടുവേദനയായിട്ട് അമ്മയ്ക്കും ജോലിക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥയിൽ ഈ പെൺകുട്ടിയുടെ വരുമാനം കൊണ്ടാണ് ഇവർ മുന്നോട്ട് ചെറിയൊരു ജോലി കിട്ടിയതുള്ളതിന്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. എന്നിട്ട് ഇത് വൈകിട്ട് മടത്തി പോയി കിടക്കുന്നു, പകല് വീട്ടിൽ വരുന്നു, വീട്ടുകാരെ ശുശ്രൂഷിക്കുന്നു, വീണ്ടും മടത്തി പോകുന്നു. ഇവർക്ക് വിദേശത്ത് നിന്ന് കോള് വരുവാണ്. ഈ അമ്മയ്ക്കൊക്കെ വിദേശത്ത് നിന്ന് കോള് വരുന്നു, നിങ്ങൾക്ക് പൈസ തരാം, ഈ പെൺകുട്ടിയെ വിട്ടു തരണം എന്ന് പറഞ്ഞിട്ടുള്ള കോളുകൾ തരുവാണ്. ഇതൊക്കെ പറഞ്ഞ് അതിന്റെ ദുരനുഭവം പറഞ്ഞുകൊണ്ട് ഈ അമ്മ കിടന്ന് എന്റെ മുമ്പിൽ കരയുന്ന ഒരു അനുഭവമാണ്. ഏകദേശം 1 മണിക്കൂറോളം സംസാരിക്കാനിടയായി. അപ്പൊ അപ്പോഴാണ് എന്റെ നെഞ്ച് വിങ്ങുന്നത്. അതായത് ഇങ്ങനെ ഒരു സാധനം, അതായത് ഒരു സംഘടിതമായിട്ട് അവിടെ നടക്കുകയാണ്. തുരിതര വിദേശത്ത് നിന്ന് കോളുകൾ വരിക, പലരും ഇവരെ ഒന്ന് സമീപിക്കുന്നു, അപ്പൊ ഇതിനെ തട്ടിക്കൊണ്ടു പോകേണ്ട ശ്രമം നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പം അത്തരത്തിലുള്ള വിഷയം നമ്മൾ കാണും. മാത്രമല്ല പിന്നീട് എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ എൻ്റെ നമ്മുടെ വിദ്യാർത്ഥിയാണ് കേട്ടോ, ഞാനൊരു അധ്യാപകനായ സമയത്ത് വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന ഒരു പയ്യനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ചേച്ചി വീട്ടിൽ നിന്ന് പോയെന്ന് പറയും. അപ്പൊ അങ്ങനെ ചുമ്മാ ചോദിച്ചപ്പോഴാണ് ഇതുപോലെ മതം മാറി ഇങ്ങനെ പോയൊരു സാഹചര്യമൊക്കെ അവൻ പറഞ്ഞു. അതുപോലെ പ്രണയം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം സംഭവിച്ചു, മതം മാറി പോയെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് കേട്ട് ഞാൻ പോയി. പക്ഷെ പിന്നീട് ഒരു അവസരത്തില് ആ നാട്ടിലെ തന്നെ മറ്റൊരു കേസ് ഇതുപോലെ ഇടപെടാണ്ടിരിക്കുന്ന അവസരം വന്നു. അങ്ങനെ ഒരു അവസരം വന്നപ്പോഴാണ് ഈ പെൺകുട്ടിയെ അന്ന് കൊണ്ടുപോയ ആ പയ്യന്റെ സുഹൃത്താണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനായിട്ട്. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഏകദേശം കന്യാകുമാരി അവിടെ ഒരു BDS പഠിക്കുന്ന ഒരു പെൺകുട്ടി പരീക്ഷ കഴിഞ്ഞ് അടുത്ത ദിവസം അതിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ആ പയ്യന്റെ സുഹൃത്താണ് ഈ സുഹൃത്ത്. അപ്പൊ അന്ന് ഈ വിഷയം നടന്ന സമയത്ത് ഞാൻ നീ കൊണ്ടുപോകും എന്ന ഒരു വാചകമൊക്കെ അവിടെ പറഞ്ഞതായിട്ടാണ് അവിടെയുള്ള സമീപവാസികളൊക്കെ പറഞ്ഞത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ തട്ടിക്കൊണ്ടു പോയാലേ കല്യാണം കഴിക്കാനല്ലേ തട്ടിക്കൊണ്ടു പോകുന്നത്? കല്യാണം കഴിച്ച് അവരുടെ കൂടെ കുട്ടി ഉണ്ടാക്കും എന്നുള്ള തിയറിയാണല്ലോ നമ്മൾ പറയുന്നത്. ആ പെൺകുട്ടി 18 വയസ്സ് കഴിഞ്ഞ് അവിടെ നിലനിൽക്കുന്നു. ഈ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ തിരിച്ചു വന്നൂടെ? നമ്മൾ തട്ടിക്കൊണ്ടു പോകുമ്പോ പറയുമ്പോഴേ ഈ കുട്ടി എന്തിനാ അവിടെ നിൽക്കുന്നത്? ഈ കുട്ടിക്ക് തിരിച്ചു വന്നൂടെ? നമ്മുടെ നാട്ടിൽ നിയമമുള്ള നാട്. തീർച്ചയായിട്ടും പറയാം. സാറിന് എത്രമാത്രം ഈ വിഷയങ്ങളെ പറ്റി അറിവുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ പലരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടുള്ള ഒരു അറിവിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് കൂടുതലായിട്ട് ആ കുടുംബങ്ങളെ പറ്റിയൊക്കെയുള്ള, അതായത് കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തില്, ഈ പ്രണയം നടിച്ചു വരുന്ന വിഷയത്തില് പ്രധാനമായിട്ട് അവിടെ സംഭവിക്കുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു ബന്ധമാണ്. ഈ ചെറുക്കൻ വന്ന് അധികം താമസിയാതെ തന്നെ എങ്ങനെയെങ്കിലും ഒരു ഫിസിക്കലായിട്ട് ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതായിട്ടാണ് പല കേസുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഫിസിക്കൽ ബന്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടിക്ക് ഊരി പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് ഇച്ചിരി ഉപേക്ഷിച്ചിട്ട് പോയാ പോരെ? ഇവര് കല്യാണം കഴിക്കുന്നത് പ്രേമം കൊണ്ടോ പരസ്പരം ഇഷ്ടം കൊണ്ടോ അല്ലേ? സാറേ അങ്ങനെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോയാലും ഇതിനെ തിരിച്ചെടുക്കാൻ ഇവിടെ ആളില്ല. ഞങ്ങളുടെ ഈ ക്രൈസ്തവ സമൂഹത്തിൽ വലിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു അപവാദം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മാതാപിതാക്കൾ ഇവർ ഉപേക്ഷിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ആ പയ്യനെ പറ്റി പറഞ്ഞില്ലേ, ആ പയ്യന്റെ വീട്ടിൽ നിന്ന് അവന്റെ ചേച്ചിയെ അവിടുന്ന് ഇറക്കി വിട്ടു. ഇനി വീട്ടിൽ കയറ്റത്തില്ല അവര്, അങ്ങനെ നിൽക്കുവാണ് അവരുടെ വീട്ടില്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയ ഒരു ചേച്ചിയെ, അതായത് ആ പ്രണയത്തിൽ പെട്ടുപോയതിനെ പിന്നെ തിരിച്ചു കയറ്റാനായിട്ട് അത്രമാത്രം മാനസിക വിശാലത എത്ര കുടുംബങ്ങൾക്കുണ്ടെന്നുള്ളത് ഒട്ടൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് വീട്ടിലും കയറാൻ പറ്റുന്നില്ല. അവസാനം ഇതിലേക്ക് മാത്രം ചുരുങ്ങുന്നതായിട്ടൊരു അവസാന വിശേഷമാണ് വരുന്നത്.
ഇതിന്റെ സംഘടിതമായി സംവിധാനം നടക്കുന്നു എന്ന് പറയുന്നതിന്റെ ഉദാഹരണം ഞാനോ അല്ലെങ്കിൽ മറ്റാരോ പറയേണ്ട കാര്യമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ PFIയുടെ ഒരു ഒളിസങ്കേതത്തിൽ പോയി എടുത്ത ഒരു വീഡിയോ നമുക്ക് കാണാം. നമുക്ക് നെറ്റിലും എല്ലാം അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒളിസങ്കേതത്തിൽ പോയി സൈനബ എന്ന് പറയുന്ന സത്യസരണിൽ പോയി സൈനബ എന്ന് പറയുന്ന അവരെ കാണുകയും അവർ ഇതുപോലെ സംഘടിതമായ മതമാറ്റം നടത്തുന്നുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ സംഘടിതമായ മതപരിവർത്തനം നടത്തുന്നതാണ്. മാത്രമല്ല ഈ താമരശ്ശേരി രൂപതയിൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 2020 ശേഷം മാത്രമായിട്ട് അവര് ഇതുപോലെയുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ കോടതി കേസ് എന്നുള്ള അർത്ഥമല്ല, അല്ലാതെ ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കേസുകൾ അവർ ഡീൽ ചെയ്യുന്നതിന് 352 കേസാണ് ഇതിനോടകം അവര് ഡീൽ ചെയ്തിരിക്കുന്നത്. ഈ 352 കേസും കോടതി കിടക്കുന്ന കേസല്ല, പകരം ഇവർ കൗൺസിലിംഗും മറ്റുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ KCBC-യിലാണെങ്കിലും കരുതൽ എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്. ആ കരുതൽ സെല്ലിലേക്ക് ഇതുപോലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കോൾ ചെയ്യുവാണെങ്കിൽ അവിടെ ഇതിനെ പറ്റിയുള്ള സഹായിക്കാനുള്ള ഒരു സമീപനം നടക്കുന്ന ഒരു സെല്ലാണ് കരുതൽ എന്ന് പറയുന്നത്. അവിടെ ധാരാളം കോളുകളാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോളുകൾ വരുന്നതിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തുടക്കം തന്നെ ഈ പ്രണയത്തിൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബന്ധപ്പെടാനായിട്ട് ഇവർ ശ്രമിക്കുന്നതായിട്ടും പിന്നീട് ഇതിന് പെട്ടുപോകുന്ന പെൺകുട്ടിയെ ഒറ്റപ്പെടുത്താനായിട്ടും മാത്രമല്ല ഇവരിൽ വിശ്വാസപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനായിട്ട് ധാരാളം ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ഈ ക്രിസ്ത്യൻ മുസ്ലിം ആ ഒരു മതത്തിന്റെ ഇത് വെച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ മുസ്ലിങ്ങളെ പറ്റി അങ്ങനെ പറയാൻ ചിന്തിക്കുകയേ ചെയ്യരുത് കേട്ടോ. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ധാരാളം മുസ്ലിം സ്നേഹിതരുണ്ട്. അപ്പം അവരെ ഒരു മുസ്ലിം സമുദായത്തെ പറ്റിയോ അങ്ങനെയൊന്നുമല്ല, ചില സംഘടിതമായ ഒരു സംവിധാനം, അതായത് ഇപ്പൊ ISIS എന്ന് പറയുന്നത് മുഴുവൻ മുസ്ലിങ്ങളല്ലല്ലോ, ഒരു ഇസ്ലാമിക ഒരു സംഘടനയാണ്. അപ്പൊ അതുപോലെ ചില ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സംവിധാനം ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ധാരാളം സംഘടനകളും ഒക്കെ തന്നെ അതിനെ നിൽക്കുന്നുണ്ട്. ഇതിനെ തള്ളി പറയാൻ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന അപകടം. ഇപ്പം ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഫിസിക്കൽ ഒരു ബന്ധത്തിൽ പെടുകയോ അല്ലെങ്കിൽ മതപരമായിട്ട് അവരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ട് ഒരു മതമാറ്റം അതായത് ഇപ്പോൾ നേരത്തെ ഷാബു പറഞ്ഞിരുന്നു മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് ഇതല്ലല്ലോ എന്ന്. ഇത് മുഴുവൻ മുസ്ലിങ്ങളെയും അല്ല പറയുന്നത്, മുസ്ലിം സമുദായത്തെ ഒറ്റയടിക്ക് പറയുന്ന കാര്യമല്ല. ഇങ്ങനെ ചില പുഴുക്കുത്തുകളുണ്ട്, അവർക്കെതിരെ നിലപാടെടുക്കേണ്ടത് മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകളുടെ ദൗത്യമാണെന്നാണ്. ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്കെതിരെ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. അതായത് ഇതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ആദ്യത്തെ സമയം ഞാൻ മഞ്ജുഷ എന്നോടാണോ ചോദിച്ചത്? മഞ്ജുഷ എന്നോടാണോ? അതെ. അതായത് ഈ ഷാബു പ്രസാദിന്റെ ആ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയാണ്. കാരണം എല്ലാവരോടും, കാരണം മുസ്ലിം ലീഗിനെ കുറിച്ച് പൊതുവേ അതാണ് എല്ലാവർക്കും അഭിപ്രായം. അങ്ങനെ തന്നെ ആ പാർട്ടി മുന്നോട്ട് പോകും. ഇവിടെ നമ്മൾ ഈ വിഷയത്തിന് അദ്ദേഹം പറഞ്ഞ ഈ വിഷയത്തിൻ്റെ മെറിറ്റാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ സംഘടിതമായി ഇങ്ങനെ ഒരു രൂപം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇവിടെ 400 എന്നൊരു ഫിഗർ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആ 400 കുട്ടികൾ ഉണ്ടാവില്ലേ, ആ 400 കുടുംബം ഉണ്ടാവില്ലേ, അത് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? അത് പറയാതെ പുകമറ സൃഷ്ടിച്ച് പോകുന്നത് എന്തിനാണ്? അങ്ങനെ ഉണ്ടെങ്കിൽ 400 കുട്ടികൾ മീനച്ചിൽ താലൂക്കിലുണ്ട്. 22 പഞ്ചായത്തും ഒരു എന്താ പറയുക ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുമുള്ള ഒരു ചെറിയ പ്രദേശമാണത്. ആ പ്രദേശത്ത് 400 ആളുകൾ ഉണ്ടെങ്കിൽ എത്ര വേഗത്തിൽ 1,00,000 വീടുകളാണുള്ളത്. ആ എത്ര വേഗത്തിൽ അത് കണ്ടെത്താൻ കഴിയും? അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് പുറത്തുവിടാനോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതിന് പകരമായി ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. യൂത്ത് ലീഗ് പരാതി കൊടുത്തത് എന്താണെന്നറിയോ? ഇദ്ദേഹം ആവർത്തിച്ച് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത്. ഇവിടെ വിഷയം അതാണ്, വിഷയം ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട. അദ്ദേഹം ഒരു തവണ ജാമ്യത്തിൽ ഇറങ്ങി, ആ അബദ്ധം പറ്റിയതാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് വീണ്ടും ഫെബ്രുവരി 5-ന് ചാനലിൽ വന്ന് കടുത്ത വിദ്വേഷം പരാമർശിച്ചു. അപ്പോഴും നിരന്തരമായി അദ്ദേഹത്തെ പിണറായി വിജയന്റെ സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിച്ചു, ഈ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിച്ചു. യൂത്ത് ലീഗ് കോടതിയിൽ പോയത് എന്തിനാണ്? രാജ്യത്തെ നിയമം നടപ്പിലാക്കാനാണ്. ഈ ഷാബു പ്രസാദിനോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് സൂചിപ്പിക്കാനുള്ള മഞ്ജുഷ അതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നിയമം നടപ്പിലാക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. അല്ലാണ്ട് വേറെന്താണ്? രാജ്യത്തെ നിയമം എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരും അംഗീകരിക്കുന്ന നിയമമല്ലേ? അത് നടപ്പിലാക്കണമെന്ന് പറയുന്നത് തെറ്റാണോ? അത് അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ എങ്ങനെ ജോർജിനെതിരെ കേസെടുക്കും? അത് പോലീസ് തീരുമാനിക്കട്ടെ. മറുപടി ഉണ്ട്. നിങ്ങളുടെ പരാതി എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അല്ലല്ല ഷാക്കിറെ, നിങ്ങളുടെ പരാതി എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ പരാതിയിൽ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങളുടെ പരാതി കൃത്യമാണ്. ഇദ്ദേഹം ആവർത്തിച്ച് മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ വിദ്വേഷ പ്രസംഗങ്ങൾ, ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അത് ഇപ്പോൾ തന്നെ ആളുകൾക്ക് തെറ്റിദ്ധാരണ. ഈ ചർച്ച യഥാർത്ഥത്തിൽ ഗുണകരമാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ,
മൂന്ന് കേസുകളാണ് ഇവർ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ആ 3 കേസിലാണ് 32,000 എന്ന് ഇവർ പറഞ്ഞ് സിനിമ ഇറക്കിയിട്ടുള്ളത്. ഇതേപോലെയുള്ള എന്താ പറയുക, അബദ്ധജടിലമായ 100% തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുക, എന്നിട്ട് അങ്ങനെ ഉണ്ട് എന്ന് പിന്നെ ആവർത്തിക്കുക, ഒരു കേസ് ഉദാഹരണം ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാതിരിക്കുക. ഇപ്പം ഇദ്ദേഹം നമ്മളെ ഈ എന്താ പറയുക അമിൽ സുഹൃത്ത് പരാമർശ സംഗതിയിൽ പ്രണയ കേസിൽപ്പെട്ട് പ്രയാസപ്പെട്ട രക്ഷിതാക്കളുടെ കണ്ണുനീര് കണ്ട് എന്നാണ്. ശരിയാണ്, ഏത് കുട്ടികളും ഒളിച്ചോടിയാൽ അത് മതത്തിനകത്താവണം എന്നില്ല, മതത്തിന് പുറത്തായാലും ശരി അകത്തായാലും ശരി ആ രക്ഷിതാക്കൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അതിന് മതത്തിൻ്റെ ലേബൽ കൊടുക്കില്ലേ. ഇപ്പം നമുക്കറിയാം, ഞങ്ങളൊക്കെ പരിസരത്തൊക്കെ ഇതേപോലെ കുട്ടികൾ ഒളിച്ചോടുമ്പോൾ രക്ഷിതാക്കൾ എത്രമാത്രം കണ്ണീര് കുടിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി ആ കുട്ടികളെ ABS കോർപ്പറേഷൻ ഹർജി വഴി പിടിച്ചുകൊണ്ട് വരുമ്പോൾ കണ്ണീരോടെ ആവർത്തിച്ച് കാല് പിടിച്ച് കുട്ടികളോട് പറഞ്ഞിട്ടും കുട്ടികൾ രക്ഷിതാക്കളുടെ കൂടെ പോകാൻ തയ്യാറാവുന്നില്ല. എന്നിട്ട് അവർ നിലവിളിക്കുന്നത്, പോലീസുകാർ പിടിച്ചു മാറ്റുന്നത് എത്ര നമ്മൾ കാണുന്നു. ആ സുഹൃത്തിൻ്റെ നാട്ടിലുള്ള സാഹചര്യം അങ്ങനെയായതുകൊണ്ട് അത് കാണുന്നു. ഇവിടെ നിങ്ങൾ നോക്കി, എത്ര കുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ മറ്റ് ഹൈന്ദവ മതവിശ്വാസികളുടെ കൂടെ പോകുന്നു, ക്രൈസ്തവ അത് ആ മതത്തോടോ അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യമല്ല. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കൗതുകരമായ സംഗതി ഉണ്ട്. ഈ കുട്ടികൾക്ക് പെട്ടെന്ന് ഫിസിക്കലായി ബന്ധപ്പെടാൻ താല്പര്യം തോന്നുകയാണ്. അതിനൊക്കെ മതങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതൊക്കെ അവരുടെ വ്യക്തിപരമായ ഇഷ്ടവും ഇഷ്ടാനിഷ്ടങ്ങളും അല്ലേ. അത് മതത്തിന്റെ ലേബൽ ഒട്ടിച്ചിട്ട് അതിന് ജിഹാദ് എന്ന് പേര് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ അങ്ങനെ സംഘടിതമായിട്ടുണ്ടെങ്കിൽ തെളിയിക്കട്ടെ, പോലീസ് പിടിക്കട്ടെ, കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കട്ടെ. ഞാൻ സംസാരിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായമല്ല, അല്ല യൂത്ത് ലീഗിന്റെ വാദമല്ല. ഇപ്പൊ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു, കോടതി പറഞ്ഞു, പോലീസ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞല്ലോ. രാഹുൽ എല്ലാവരും അല്ല, യൂത്ത് ലീഗ് മാത്രമല്ല, ഇവിടെ എല്ലാവരും അതാ പറയും. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? നമുക്ക് അങ്ങനെ ഒരു തെളിവില്ല, പിന്നെ എവിടുന്ന് പറയും? ശരി ഷാബു, ഇനി ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ ഷാക്കിറും രാഹുൽ ഈശ്വറും കേരള സ്റ്റോറി എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ ഒരു 32,000 കണക്കിവിടെ പറഞ്ഞു. ആ സിനിമയുടെ പ്രൊമോഷൻ, ആ പടം റിലീസാവുന്നതിനൊക്കെ വളരെ മുമ്പ് ഇറങ്ങിയ അതിന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോയിൽ ഒരൊറ്റ പരാമർശമാണ് ആ സാധനം. ഇവരാരും ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ആ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3 പെൺകുട്ടികളെ മാത്രം അടിസ്ഥാനമാക്കിയാണ്. അല്ലാതെ 32,000 കഥയൊന്നും ആ സിനിമയ്ക്കകത്ത് ഒരിടത്തുമില്ല. ഞാൻ ആ സിനിമ കണ്ടാണ്, ഇവർ ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതുമല്ല, ആ പ്രൊമോഷണൽ വീഡിയോയിൽ തന്നെ ആ സ്ത്രീ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് എന്നെ പോലെയുള്ള 32,000-ഓളം സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ നിന്നാണെന്നോ ഇന്ത്യയിൽ നിന്നാണെന്നോ പോലും പറയുന്നില്ല. അഫ്ഗാനിസ്ഥാനിലെ ഏതോ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് പറയുന്നതാണ്, കേരളത്തിൽ നിന്ന് പറയുന്നില്ല. കേരളത്തിൽ അതും ആ പ്രൊമോഷണൽ വീഡിയോ ആണ്. ആ സിനിമയുടെ ഇനി അതൊക്കെ പോട്ടെ, ഇനി അത് വിട്. അതങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആ സിനിമ, നിങ്ങൾ ആ സിനിമ കണ്ടോളൂ. സിനിമയൊക്കെ ഇപ്പോഴും OTT-യിലുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് ഈ സംഘടിതമായ ശ്രമങ്ങളുണ്ട് എന്ന് പറയുന്നതിന്റെ നമ്മുടെ മുമ്പിൽ ഉദാഹരണമുണ്ട്. ഇപ്പം ഇവിടെ പരാമർശിച്ച അഖിലയുടെ കാര്യം, വൈക്കത്തെ അഖിലയുടെ കാര്യം നോക്കൂ. ആ കേസ് കോടതിയിൽ വന്നപ്പോൾ, ഇവിടെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ മണിക്കൂർ കൊണ്ടാണ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യപ്പെട്ടത് ആ കേസിന് വേണ്ടിയിട്ട്, ആ കേസ് നടത്താൻ വേണ്ടിയിട്ട്. എത്ര പെട്ടെന്നാണ് ആ കൊച്ചി നഗരത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് വളരെ വലിയൊരു ഗാദറിങ് അവിടെ എത്തിയത്. അതുമല്ല, ഈ കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ ഇവരെ ഈ പെൺകുട്ടികൾ കോടതിയിൽ എത്തുന്നത് വളരെ വലിയ ഒരു സംഘത്തിന്റെ അകമ്പടിയോട് കൂടിയാണ്. വളരെ വലിയ കാറുകളിൽ നമുക്കത് ഈ ചില സിനിമകളിലൊക്കെ കാണുന്ന സീനാണ് അവിടെ ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് അതിന്റെ പിന്നിൽ ഒരു സംഘടിതമായ ഒരു ഗ്യാങ്ങോ അല്ലെങ്കിൽ സംഘടിതമായ ഒരു ശ്രമമോ ഇല്ലാതെ ഈ രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനോ ഓർഗനൈസ് ചെയ്യാനോ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രണയ വിവാഹങ്ങൾ ധാരാളം ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, മിശ്ര വിവാഹങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്, ഇന്റർ കാസ്റ്റ് ഇന്റർ റിലീജിയൻ മാരേജസ് ഒരുപാട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ നാട്ടിലൊക്കെ മാനമര്യാദയ്ക്ക് സമാധാനത്തോടെയും ജീവിക്കുന്നുമുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞ വേറൊന്നുമല്ല. ഒരു മതത്തിനെ ഉപയോഗിച്ചുകൊണ്ട്, ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ മതവിശ്വാസികളെ മുഴുവനും ആരോപണത്തിന്റെ നിഴലിൽ നിർത്താൻ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ചില എലമെന്റ്സ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഇവിടെ പറഞ്ഞ ഉദാഹരണം കൊണ്ടുവരൂ, ആ ഫാമിലിയെ കാണിച്ചു തരൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് കാര്യമുണ്ട്, ഇതൊക്കെ എത്രത്തോളം സെൻസിറ്റീവാണ്, എത്രത്തോളം വൈകാരികമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു ഫാമിലി സാധാരണഗതിയിൽ ഈ രീതിയിൽ അവര് പബ്ലിക്കായിട്ട് ചിത്രീകരിക്കപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്യപ്പെടാനോ ആഗ്രഹിക്കുമോ ഷക്കീറെ?
അവർ ചെയ്യില്ല. കാര്യം നമ്മൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം അമൽ ഇവിടെ പറഞ്ഞു, അമൽ ഒരു ഫാമിലിയുടെ കാര്യം പറഞ്ഞു. ആ ഫാമിലിയെ ചൂണ്ടിക്കാണി ഇന്ന ഫാമിലി, ഇന്ന അച്ഛനും ഇന്ന ആൾക്കാരെന്ന് അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് പറയാൻ കഴിയില്ല. അത് ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടർ ഇതിൻ്റെ അകത്തുണ്ട്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കണ്ണ് പൂട്ടിക്കെട്ടിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇതിനെ സംസാരിക്കേണ്ടത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് വൈകാരിക പ്രശ്നങ്ങളുണ്ട്, സെന്റിമെന്റൽ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഇതിനെ സമീപിക്കാൻ കഴിയുള്ളൂ. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഈ പരിമിതികളെയാണ് ഈ പറഞ്ഞ ഈ ഫ്രിഞ്ച് എലമെന്റ്സ്, ഈ പറഞ്ഞ തീവ്രവാദ സംഘടനകൾ, ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി, SDP ആയാലും ശരി, പോപ്പുലർ ഫ്രണ്ടിന്റെ ആയാലും ശരി, ഇങ്ങനെയുള്ള ആൾക്കാർ എടുക്കുന്നത്. കാരണം അവർക്കറിയാം, കാര്യം മറുപക്ഷത്തിന് ഒരു വാദം ഉന്നയിക്കുമ്പോൾ അവർക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടേ ഇവർക്ക് പറയാൻ കഴിയുള്ളൂ, നിലപാടെടുക്കാൻ കഴിയുള്ളൂ. അവർക്കൊരു ഫാമിലിയെ മുമ്പിൽ കൊണ്ടു നിർത്തി ഒരു പത്രസമ്മേളനത്തിൽ കൊണ്ടു നിർത്തി പ്രസന്റ് ചെയ്യാൻ കഴിയില്ല, അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. തെളിവ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെളിവ് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിയില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ അങ്ങനെയാണ് ഇതിന്റെ ഈ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇതിന്റെ അകത്ത് കുറ്റം പറയാൻ പാടില്ല എന്ന് സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കാൻ പറ്റുകയില്ല. ശ്രീ രാഹുൽ ഈശ്വർ, നേരത്തെ താങ്കളുടെ നിലപാട് ഇങ്ങനെയായിരുന്നല്ലോ, പിന്നീട് അതൊരു മധ്യ നിലപാടിലേക്ക് മാറുകയാണല്ലോ ഉണ്ടായത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള നിലപാടായിരുന്നുവല്ലോ താങ്കൾക്ക്. മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് താങ്കൾക്കെതിരെ നിയമ പോരാട്ടത്തിനും പോയതല്ലേ, പിന്നീട് താങ്കൾ ആ നിലപാട് മാറ്റിയില്ലേ? അല്ല, പോപ്പുലർ ഫ്രണ്ട് രാഹുൽ ഈശ്വറിനെതിരെ സുപ്രീം കോടതി പോവുകയും അഖിലാഹാദിയെ തിരിച്ച് മതപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയതാണ്. ഞാൻ അഖിലാഹാദിയോട് 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കി, മോളെ മതം മാറണ്ട, പോവണ്ട, ശ്രീനാരായണ ഗുരുദേവനെ പഠിച്ചാൽ മതി. എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടിക്ക് ഒരു ആത്മീയ നിർവൃതി ആ മതത്തിൽ നിന്ന് കിട്ടി. കൊല്ലാൻ പറ്റുമോ? നമ്മൾ ISIS അല്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? അഖിലാഹാദി അങ്ങനെ ഒരു ആശ്വാസം കണ്ടെത്തി. ഇതേപോലെ ഒരുപാട് ആശ്വാസം ഹിന്ദുക്കളിലേക്ക് വരുന്ന ഒരുപാട് പേരില്ലേ, എത്രയോ നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരെ തേടി വരുന്നവരുണ്ട്. സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ വന്നില്ലേ, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അതുകൊണ്ട് അഖിലാഹാദിയുടെ വിഷയത്തിൽ യാതൊരു എന്താ പറയുക ലവ് ജിഹാദും ഇല്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ആദ്യം ആ കുട്ടിയുടെ മതപരിവർത്തനം കഴിഞ്ഞ് പിന്നീടാണ് യഥാർത്ഥത്തിൽ അഖിലാഹാദിയെ ആത്മീയ വിദ്യാഭ്യാസം. തിരുവനന്തപുരത്തുണ്ട് സാറേ, തിരുവനന്തപുരത്തുണ്ട്. പുതിയ കല്യാണം കഴിച്ചു. എന്താ നമ്മുടെ ഹിന്ദുക്കളുടെ ഡിവോഴ്സ് ഉണ്ടാവാറില്ല? അല്ല ചോദിച്ചോട്ടെ, അല്ല മറുപടി എന്താ അറിയോ? ഏറ്റവും കൂടുതൽ ഡിവോഴ്സും വിവാഹമോചനം നടക്കുന്ന സമുദായമാണ് നമ്മുടെ. എന്നിട്ട് നമ്മളാണ് വേറൊരാളെ കുറ്റം പറയുന്നത്. പോട്ടെ, ഇനി സത്യമായിട്ട് പറയണല്ലോ, സത്യത്തിന് മധ്യമൊന്നോ ഇടന്നോ വലതൊന്നോ ഇല്ല. ഇത് കേരള സ്റ്റോറിയുടെ ഇപ്പോഴും കിടക്കുന്ന ട്രെയിലറാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 32,000 പേര് കേരളത്തിൽ നിന്ന് പോയി. അപ്പൊ നമ്മള് കാര്യം പറയാം. ഞാൻ ഫസ്റ്റ് ഡേ കണ്ടു. ആ സിനിമയ്ക്കകത്ത് എന്റെ സാറേ 32,000 കള്ളം പറയുന്നതിനെ ന്യായീകരിക്കാനാണോ? സിനിമയ്ക്കകത്ത് ഈ 3 കുട്ടികളുടെ കഥയാണുള്ളത്. 32,000 എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞു. ഈ നാട്ടിന്റെ ട്രെയിലറിലുള്ള കാര്യമല്ലേ? സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ട്രെയിലറിന് എന്ത് പ്രസക്തി സാർ? അതുകൊണ്ട് സിനിമ ഇറങ്ങിയാൽ പിന്നെ ട്രെയിലർ ആർക്ക് വേണം? ശരി, നാളെ തിരിച്ചു ചോദിക്കട്ടെ. നാളെ നമ്മൾ മറുപടി പറയട്ടെ. നാളെ നമ്മൾ ഹിന്ദുക്കൾ ഇതേപോലെ 32,000 മുസ്ലിം പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിനിമയുടെ ട്രെയിലർ പറഞ്ഞാൽ ഞാനും സാറും ചുമ്മായിരിക്കും. മറുപടി പറയട്ടെ. എന്റെ സമയം സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ട്രെയിലർ കാണുമോ? അപ്പൊ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ട്രെയിലർ കാണും? ആ ട്രെയിലർ ഇറങ്ങിയ കാലത്ത് ഒരു മനുഷ്യൻ ഇത് മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. ട്രെയിലറെ പറ്റിയല്ല പറയേണ്ടത്, സിനിമയെ പറ്റി പറ, സിനിമയുടെ കണ്ടന്റിനെ പറ്റി പറ. ഇത് കുതർക്കമാണ്. പോട്ടെ, ഞാൻ ഞാൻ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളാണ് ഇത് വലിച്ചു കൊണ്ടുവന്നത്, നിങ്ങളാണ് ഇഷ്യൂ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ സിനിമയെ പറ്റി പറയുമ്പോ സിനിമയെ പറ്റി പറ. ഇറങ്ങിക്കഴിഞ്ഞ വർഷങ്ങളായ സിനിമയാണത്. ആ സിനിമ ഒരു പ്രൊപ്പഗാൻഡ മൂവിയാണ്. അതുകൊണ്ടാണ് എങ്ങനെ 3 പെൺകുട്ടികളുടെ നിങ്ങൾ പറഞ്ഞു 3 പെൺകുട്ടികളുടെ കാര്യം അതെങ്ങനെ പ്രൊപ്പഗാൻഡ? ഷാബു സാറേ, അതെങ്ങനെയാണ് പ്രൊപ്പഗാൻഡയാവുന്നത്? ആ സിനിമയിൽ എവിടെയാണ് ഇസ്ലാമിനെ കുറ്റം പറയുന്നത്? ആ സിനിമയിൽ എവിടെയാണ് മുസ്ലിംസിനെ കുറ്റം പറയുന്നത്? സാറേ എന്താ അറിയോ ഷാബു സാറേ, ഞാൻ സാറും ഒരുപാട് കാലമായിട്ട് ഈ സാമൂഹ്യ മണ്ഡലം നിൽക്കുന്നതല്ലേ. വളഞ്ഞ വഴി കുറ്റം പറയുന്ന മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കാർക്കും ഇല്ലേ? നമ്മളെല്ലാം ഉള്ള കുഞ്ഞുങ്ങളാണോ? ഒരാൾ ഉദ്ദേശം പറയുന്നത് മറുപടി ആ സിനിമയുടെ കണ്ടന്റിൽ എവിടെയാണ്
ഇസ്ലാം മതത്തിനെ കുറ്റം പറയുന്നത്. അതോടെ നിങ്ങൾ പറയും. സാറേ, ആ സിനിമയിൽ മുസ്ലിങ്ങളെയും ചീത്ത പറയുന്നുണ്ട്, ഇസ്ലാം സമൂഹത്തെയും ചീത്ത പറയുന്നുണ്ട്. സാർ അത് കണ്ടാ മതി. അത് മനസ്സിലാക്കില്ലെങ്കിൽ സാർ യുവാ കുഞ്ഞായിരിക്കും. ഞാൻ കണ്ടതാണ്. മറുപടി പറഞ്ഞു. എന്റെ സമയമാണ്. ഇനി എന്റെ സമയമാണ്. നാളെ സാർ അല്ല, ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ പറഞ്ഞു ഞാൻ ഇടപെട്ടോ. അപ്പൊ ഹിന്ദു സമൂഹം തിരിച്ച് ഹിന്ദുക്കൾ നാളെ 32,000 മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഒരു ട്രെയിലർ ഇറക്കിയാൽ നമുക്ക് ദേഷ്യം വരില്ലേ? അത് തന്നെയാണ് അവർക്ക് വന്നത്. ഇനി എന്റെ മറുപടി 2-3 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ ഷാക്കിറിന്റെയും എന്റെ സമീപനത്തിൽ വ്യത്യാസം. ഷാക്കിർ ഭായ് ഒരു മതേതരവാദിയാണ്. ഷാക്കിർ ഭായ് IPC വെച്ചും ഭരണഘടന വെച്ചുമാണ് PC ജോർജ് സാറെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പരിശുദ്ധ ഖുറാൻ വെച്ചാണ് PC ജോർജ് സാറിനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുറാൻ 41-34 പറയുന്നത് നമുക്ക് എതിരഭിപ്രായമുള്ളവരോടും അല്ലെങ്കിൽ മറുഭാഗത്തുള്ളവരോടും സംസാരിക്കുകയും നമുക്ക് അവർ പരസ്പരം ആ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റണമെന്നാണ്. അവിടെയാണ് ഞാൻ അമലിനോടും പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റ് കൂടെയാണ്. അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടിക്കോ ഫാമിലിക്കോ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് വാദിച്ചു തരാം. പക്ഷെ ഓർക്കുക, ഈ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണമെന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി കള്ളം പറഞ്ഞുകൊണ്ടല്ല നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ അടക്കം മകന്റെ ദുരനുഭവങ്ങൾ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയായി പോയി. അതിനെ ഏറ്റവും എതിർത്തത് പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദ് വന്നത്തെ നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളും ഗാന്ധിജിയുടെ മകനോട് പറയുന്നുണ്ട്, നിന്നെ മതം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ബാക്കി എല്ലാവർക്കും സമയം കൊടുത്താൽ 30 സെക്കൻഡ് കൊടുത്തരും. 30 സെക്കൻഡ് കൊടുത്തരും. അതുകൊണ്ട് ഇത് സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ വരികയാണെങ്കിൽ അതിനെ സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണം. 1, 2 അല്ലെങ്കിൽ 3 കേസുകൾ നമ്മുടെ നാട്ടിൽ, 10 കേസുകൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് ഒരു മിതത്വം. സഭയൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യുന്നതിൽ പിഴവ് സംഭവിക്കുകയാണ് സഭയ്ക്കൊക്കെ, അല്ലേ? സഭയെ ആരും പറഞ്ഞില്ല. ഒരു കാര്യം കൂടെ, സഭയെ ആരും പറഞ്ഞില്ല. സഭ നമ്മളെല്ലാം ബഹുമാനിക്കുന്നതാണ്. ഞാൻ സഭയുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചാണ്. സഭയെ ആരും ഒന്നും പറഞ്ഞില്ല. ശരി അമൽ. തീർച്ചയായിട്ടും സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട്. സഭയ്ക്ക് ഇതുവരെയുള്ള കേസുകളിൽ സഭ മാത്രമല്ല, അതിലുള്ള ക്രൈസ്തവർ, ഇതിന് വേദന തോന്നുന്ന ക്രൈസ്തവർ തന്നെ അതിന് മുന്നിട്ടിറങ്ങി പല കേസുകളൊക്കെ മുന്നോട്ട് പോയതായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ചേംബറിൽ എന്ന് പറയാം, അഡ്വക്കേറ്റ് സഭയുടെ സംവിധാനത്തിന്റെ ഭാഗമല്ല, അല്ലാതെ തന്നെ സഹായിക്കാനായിട്ട് മനസ്സുള്ള ആളുകളൊക്കെ തന്നെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. മാത്രമല്ല, രാഹുൽ ഈശ്വർ സാറ് എന്നോട് വ്യക്തിപരമായി ചോദിച്ചത് കൊണ്ട് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. സാറേ, ഞങ്ങൾക്ക് ശരിക്കും പറയാം, ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ആരും തന്നെ അത്ര നീതി നേടിത്തരാൻ പറഞ്ഞുകൊണ്ട് വന്നാൽ അത്രമാത്രം ഒരു വിശ്വാസയോഗ്യമല്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളോട് അത്രമാത്രം ഒരു സ്നേഹ സമീപനം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ പൊതുസമൂഹത്തിനോ ഉണ്ടോ എന്നുള്ള ഒരു സംശയം തന്നെയാണ്. അങ്ങ് ജനസംഖ്യയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ജനസംഖ്യ വിഷയം ഞങ്ങളുടെ ആഗ്രഹം തന്നെയാണ്. അത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കുന്നതും. ഈ ഡെമോഗ്രാഫിക് ഡിക്ലൈനിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് അത്രമാത്രം ഞങ്ങൾ രാജ്യത്തോടൊപ്പം നിന്നു. ഇവിടെ 2 പേര് നമുക്ക് 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി എന്ന നിലപാട് രാജ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ രാജ്യത്തോടൊപ്പം നിന്ന് പോയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. 1970 കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ജനനിരക്ക് ഉണ്ടായിരുന്ന സമൂഹമായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞങ്ങൾ ഡിക്ലൈൻ സ്റ്റേജിലോട്ട് പോയത്. രാജ്യത്തോടൊപ്പം നിന്ന് പോയി എന്നതാണ് ഞങ്ങൾ ഈ തെറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികളാണ്, ആരാണ് ഉള്ളത്? ഇവിടെ പലരും പറഞ്ഞു ഒരു നീതി കണ്ടു കഴിഞ്ഞാൽ കോടതി പോയി കേസ് കൊടുക്കണ്ടേന്ന്. സാറേ, 80/20 വിധി വന്നു. ആ വിധി വന്നപ്പോൾ അതിനകത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു 80/20 വിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5-6 സ്ഥലങ്ങളുണ്ട്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് അൺസപ്പോർട്ടഡ് ബൈ എനി ലോ, അട്ടർ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. 80% മുസ്ലിംസിനും 20% മറ്റു മതന്യൂനപക്ഷങ്ങൾക്കും ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു വിധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും രാഷ്ട്രീയം ഇതിനുവേണ്ടി സുപ്രീം കോടതിയിൽ അവിടെ അപ്പീലിന് പോയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ വരെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം 50% അത് ചുരുക്കുന്നു. മാത്രമല്ല, മറ്റൊരു വിഷയം ഇവിടെ JB കോസി കമ്മീഷൻ വന്നു ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാനായിട്ട്. ഇവിടെ ഈ കമ്മീഷൻ വന്നിട്ട് വർഷം 5 പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കലാണ്. 80/20 എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് സുഹൃത്ത് അമരെ, സുഹൃത്ത് ഒറ്റ മിനിറ്റ്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കലില്ലേ? അതായത് 100% മുസ്ലിം സമുദായത്തിന് വേണ്ടി സച്ചാർ കമ്മീഷൻ ശുപാർശ പ്രകാരം കൊടുക്കേണ്ട ഒരു സംഗതി പാലോളി കമ്മിറ്റി ഉണ്ടാക്കിയ ഇടതുപക്ഷം ഉണ്ടാക്കിയ കുഴപ്പമാണ് 80/20 എന്നുള്ളത്. 100% അത് ന്യൂനപക്ഷങ്ങൾക്കുള്ളതല്ല.
അത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമായി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം വന്നിട്ടുള്ള സംഗതിയാണ്. അവിടെയാണ് മുസ്ലിംകളെയും ക്രൈസ്തവരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി 80-20 എന്ന് പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയുടെ ഇടതുപക്ഷം എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് 80-20 എന്നുള്ളത്. അത് നിങ്ങൾ നോക്ക്, അത് തെറ്റിദ്ധാരണയല്ലേ? 80-20 എന്തിനാണ്? 100%. മുസ്ലിംകൾക്ക് അല്ലാതെ ന്യൂനപക്ഷങ്ങൾക്കോ മൈനോറിറ്റിക്കോ ഉള്ളതല്ല. പരാമർശം ശരിയോ? ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. ശരിയാണെന്ന് 62% പ്രേക്ഷകർ, അല്ല എന്ന് 35%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.